ഈ ജനറൽ കൺവെൻഷന്റെ അവസാനത്തെ പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം ഒരുക്കിയല്ലോ. പ്രവൃത്തികൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ഇന്ന് പകലിലും നമ്മെ ഹല്ലേലൂയ സൗഖ്യമാക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് മതിയായ കർത്താവ് ഇന്ന് പകലിലും നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. വചനം പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ട് എന്ന് അരുളിച്ചതവനായ കർത്താവ് ഇന്ന് പകൽക്കാലത്തിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ അവൻ അഭിഷേകം ചെയ്ത ദൈവമാ. ഒരു നിമിഷം എല്ലാ ഭാഗത്തും ദൈവത്തെ സ്തുതിച്ചാട്ട്. പ്രതികൂലത്തിന്റെ കാറ്റുകൾ നമ്മുടെ പടക് നിറയെ ആഞ്ഞടിക്കുമ്പോൾ ആ കാറ്റുകളെ ശാസിപ്പാൻ കഴിവുള്ള ഒരു കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അല്പ നിമിഷം കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രതികൂലത്തിന്റെ നടുവിൽ നമ്മെ വിടുവിപ്പാൻ ശക്തിയുള്ള ദൈവം. ഓ നമ്മുടെ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ശാന്തത വരുത്തുവാൻ കഴിവുള്ള ദൈവം. ഓ സമാധാനമില്ലാത്ത അനുഭവങ്ങളിൽ ആ വചനത്തിന്റെ ശക്തിയാ ദൈവം എന്ന പകൽക്കാലം നമുക്ക് ആശ്വാസം പകരേണ്ടതിന് എല്ലാ കരങ്ങളും വരുത്തി ചേർന്ന് പറയാട്ടെ. ഹൃദയം ആശ്വസിക്കും കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിന്നൊഴികൾ കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിന്നൊഴികൾ തിരുക്കരത്താൽ എല്ലാവരും ചേർന്ന് പാടിയട്ടെ. എല്ലാ വാക്കുകളും തുറന്നു തിരുഹിതം പോൽ നടത്തേണമേ തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ കളിമണ്ണു പണിയണമേ കളിമണ്ണു അനുദിനം പണിയണമേ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ സ്വർഗ്ഗകനാൻ ദേശമത് ദൃഷ്ടികളായി കാണുന്നു ഞാൻ. സ്വർഗ്ഗകനാൻ ദേശമത് കയ്യിൽ വഹിക്കുന്ന കർത്താവ്, നമ്മുടെ ജീവനെ മരണശീലവനായ കർത്താവ്, അവൻ നമ്മെ വിടുവിക്കുന്നവനായ കർത്താവ്. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാ ഹൃദയങ്ങളിലും വലയുന്ന അനുഭവങ്ങളിലും പ്രതികൂലത്തിന്റെ അനുഭവങ്ങളിലും നിന്നെ വിട്ട് മാറിപ്പോകുന്നവനല്ല കർത്താവ്. തിരുക്കരത്തിൽ എന്നെ വഹിച്ചു. കർത്താവേ, തിരുഹിത പ്രകാരം എന്നെ നടത്തണമെന്ന് എത്ര പേര് ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കും.
അതിനായി നമുക്ക് ഇന്ന് പകൽ ദൈവവരങ്ങൾ സമർപ്പിക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാമുവൽ മാത്യു പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവ് 9ാമത് ജനറൽ കൺവെൻഷൻ്റെ അവസാനത്തെ സെഷനിലേക്ക് കർത്താവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. കരഞ്ഞു കഴിഞ്ഞ അതിന് രാത്രങ്ങളിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് വാദിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ബലപ്പെടുത്തിക്കൊണ്ടിരുന്ന സ്വർഗീയ കൃപയും സ്നേഹത്തെയും ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവിക അഭിഷേകത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ആരാധനയുടെ മധ്യത്തിൽ ഞങ്ങളുടെ ആരാധ്യ പുരുഷനായ കർത്താവ് ആമേൻ ഇറങ്ങി വന്നിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും കർത്താവേ അവിടെ നിയന്ത്രണം അയക്കുന്നതിനായി, പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ഞങ്ങളുടെ മധ്യ അയക്കുന്നതിനായി, ആമേന്റെ വചനം ഞങ്ങളുടെ മധ്യത്തിൽ പെയ്തിറങ്ങുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ രോഗികൾ സൗഖ്യമാകുവാൻ, ഞങ്ങളുടെ പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ഞങ്ങളുടെ വിശ്വാസികൾ ശക്തി പ്രാപിക്കുവാൻ, ഞങ്ങളുടെ ദൈവദാസന്മാർ ശുശ്രൂഷയിൽ ബലപ്പെടുവാൻ ഞങ്ങൾ ദൈവമടിയാക്കണമേ. അഭിഷിക്ത നിരകളെ അനുഗ്രഹിക്കണമേ. അവൻ സ്വർഗം തുറന്ന് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. നല്ല ഗാനങ്ങളെ ആരാധനയും ഞങ്ങൾക്ക് നൽകിയല്ലോ. നടക്കുന്നതായ ശുശ്രൂഷയും അനുഗ്രഹിക്കണമേ. ഇസ്രായേൽ ഗോത്രങ്ങളുടെ അവരുടെ കൂടാരത്തിന് ചുറ്റും മന്ന പെയ്തിറങ്ങിയതുപോലെ വചനത്തിന്റെ ഒരു മാറിയുന്ന പേർക്കാലം പെയ്തിറങ്ങുവാൻ ദൈവമടിയാക്കണതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലത്തോടെ എഴുന്നേൽപ്പാൻ ഞങ്ങൾ എല്ലാവരെയും മടിയാക്കും. സഹായിക്കണമേ. സഭകളായി ഞങ്ങളെ അനുഗ്രഹിക്കും. ദൈവകരങ്ങൾ ഞങ്ങൾ താഴ്ത്തിയേൽപ്പിക്കുന്നു. അവിടെ ഞങ്ങളോട് സംസാരിച്ച് ശുശ്രൂഷിക്കണമേ. യേശു ക്രിസ്തു നിസ്തുല്യ നാമത്തിൽ തന്നെ. ഇന്ന് പകൽ തുടർന്നുള്ള സമയം പാസ്റ്റർ PM പാപ്പച്ചൻ, നമ്മുടെ ജനറൽ ട്രഷററും തമിഴ്നാട് സ്റ്റേറ്റ് പ്രസിഡന്റുമായിരിക്കുന്ന കർത്തൃദാസൻ സങ്കീർത്തനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിൻ്റെ ദാസനെ ഞാൻ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. ഈ മഹായോഗത്തിന് അധ്യക്ഷതാ പദവി അലങ്കരിക്കുന്ന നമ്മുടെ ജനറൽ സെക്രട്ടറി പാസ്റ്റർ GJ അലക്സാണ്ടർ അവറുകൾ, നമ്മുടെ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ KK ജോസഫ് അവറുകൾ, നമ്മുടെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ MA ജോൺ അവറുകൾ, നമ്മുടെ ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ് ആയിരിക്കുന്ന പാസ്റ്റർ ജേക്കബ് മണി അവറുകൾ, പാസ്റ്റർ ജോൺ ചോർ അവറുകൾ, പാസ്റ്റർ KJ ജോസഫ് അവറുകൾ, കൗൺസിൽ മെമ്പേഴ്സ് ആയിരിക്കുന്ന പാസ്റ്റർ ശ്യാമുവൽ മാത്യു, പാസ്റ്റർ RC കുഞ്ഞുമോൻ, തുടർന്ന് എല്ലാ വിലപ്പെട്ട കർത്തൃദാസന്മാർക്കും, എല്ലാ വിലപ്പെട്ട ദൈവമക്കൾ, പാസ്റ്റർ ഷിബു തോമസിന്റെ നേതൃത്വത്തിൽ ആത്മീക മൂല്യമുള്ള, നമുക്കൊന്നുകൂടെ കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന മനോഹരമായ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്ന PMGC മ്യൂസിക് ടീം, നമ്മുടെ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച എല്ലാ വിലപ്പെട്ട ദൈവമക്കൾ, ഈ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനായി ശാരീരികമായി വളരെ അധ്വാനം ചെയ്ത ദൈവമക്കൾ, ആവശ്യങ്ങളിൽ കൂട്ടായ്മകൾ കാണിച്ച ദൈവമക്കൾ, കഴിഞ്ഞ 4 ദിവസത്തെ കൺവെൻഷനുകളിൽ അവർ വിലയേറിയ സാന്നിധ്യം കൊണ്ട് ഈ കൺവെൻഷനെ അനുഗ്രഹമാക്കി തീർത്ത എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും ശ്രേഷ്ഠരായ കർത്തൃദാസന്മാർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ പകൽക്കാലം അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാ! ഓർക്കാപ്പുറത്ത് ഹർത്താൽ വരുന്ന ഈ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ 4 ദിവസമായി ഇതൊന്നും സംഭവിക്കാതെ നമ്മുടെ പ്രാർത്ഥനയെ കേട്ട് കർത്താവ് അതിൽ നിന്ന് വിടുവിച്ചല്ലോ. കാലാവസ്ഥകൾ വലിയ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുക എന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ച വരെ മഴ നന്നായി പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പ്രാർത്ഥനയെ കേട്ട് നാം കേട്ടതുപോലെ നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കുന്ന സ്വർഗത്തിലെ ദൈവം കാലാവസ്ഥകളെല്ലാം നമുക്ക് അനുകൂലമാക്കി തന്നല്ലോ. ശാന്തമായ അന്തരീക്ഷത്തിൽ വിലപ്പെട്ട
ദൈവത്തിൻ്റെ വചനം തന്റെ ഭക്തന്മാരിൽ കൂടി നമുക്ക് വേണ്ടി നൽകി തന്ന നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് എത്ര വലിയവൻ. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട അനേക കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ആ ഉദ്ദിഷ്ട സ്ഥാനത്ത് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയത്തില്ല. നമ്മേക്കാൾ മിടുക്കൽ, പ്രാഗൽഭ്യമുള്ളവർ, അറിവുള്ളവർ ഈ യാത്ര തുടങ്ങി പലയിടത്ത് വെച്ച് അവസാനിച്ച് പിന്മാറിയപ്പോൾ ദൈവത്തിന്റെ പൈതല് ഇതേ ശ്രദ്ധയോടെ ഉപദേശത്തെ ശ്രദ്ധയോടെ കേട്ട് അനുസരിപ്പാൻ ഈ പകൽക്കാലം ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് പറഞ്ഞത്? എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സുവിശേഷ മഹായോഗത്തിൽ മുഴങ്ങി കേട്ട ഒരു ശബ്ദമുണ്ട്. സർവ സൃഷ്ടിയോടും സർവജാതികളോടും സർവ ഭാഷക്കാരോടും ഈ ക്രൂശിന്റെ വചനം നാം ശുശ്രൂഷിക്കണം. ഈ സുവിശേഷം നാം വിളിച്ചു പറയണം. അതിനാ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നതിന്റെ ഒരു കാര്യം വിളിച്ചറിയിക്കണം. എന്നാൽ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഈ ഉപദേശം കർത്താവ് തന്നിരിക്കുന്നത്. സുവിശേഷം എല്ലാവരോടും പ്രസംഗിക്കണം. ആരെയും അതിൽ നിന്ന് മാറ്റുവാൻ പാടില്ല. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന ശമരിയക്കാരിയോട് സുവിശേഷം പ്രസംഗിക്കണം. കർത്താവ് പ്രസംഗിച്ചല്ലോ. എന്നാൽ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുന്നവരാ ദൈവസഭയ്ക്കകത്ത്, പുതിയ നിയമ ദൈവ സഭയ്ക്കകത്തു വരുന്നത്. അവർക്ക് ഉപദേശമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു കേട്ടല്ലോ, സുവിശേഷം എല്ലാവരോടും അറിയിക്കണം. എന്നാൽ സുവിശേഷത്താൽ വീണ്ടും ജനനം പ്രാപിച്ചവർ ദൈവസഭയ്ക്ക് അകത്തു വരും. ഏതാ? PMGക്കകത്തല്ല, പുതിയ നിയമ ദൈവസഭയ്ക്കകത്ത് അവർക്ക് ഉപദേശം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന് 31-ാമത്തെ വചനം. തന്നിൽ വിശ്വസിച്ച എന്താ കർത്താവ് പറഞ്ഞത്? യേശുവിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ വാസ്തവമായി എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സുവിശേഷത്താൽ വീണ്ടും ജനനം പ്രാപിച്ചവർ ദൈവസഭയ്ക്കകത്തു വരുമ്പോൾ അവിടെ ഉപദേശങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ഉപദേശത്തിന് അനുസരിച്ച് ജീവിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം. ഈ അനുകരണം എന്ന് ഈ മാറി മറിയുന്ന ലോകത്തിൽ പുതുമ എല്ലാവരും ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നാം അറിയേണ്ട കാര്യം, ആര് മാറിയാലും മാറ്റമില്ലാത്തത് ദൈവ ഉപദേശങ്ങൾ. അതിനൊരു മാറ്റവുമില്ല. ഈ സത്യം നാം അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ഉപദേശ സത്യങ്ങളെ അറിയാതെ പലരും പലതും അനുകരിച്ചങ്ങ് പോകുകയാ. സ്തോത്രം. എന്നാൽ ഒരു ദൈവത്തിന്റെ പൈതൽ മുന്നോട്ട് യാത്ര ചെയ്യേണ്ടത് ദൈവിക ഉപദേശത്തെ ശ്രദ്ധിച്ച് ആയിരിക്കണം. ഒരിക്കലേ ദൈവത്തിന്റെ പെട്ടകം ഫലസ്തീന ദേശത്ത് പോയി. അവരെല്ലാം തലേ കൈവച്ചിട്ട് പറഞ്ഞു, ഈ പെട്ടകം നമുക്ക് വേണ്ട, ഇതിനെ മടക്കി അയക്കണം. അവിടെ പ്രമാണമുള്ളവരാരുമില്ല. അവർ ശകുനവാദികളെയും മന്ത്രവാദികളെയും ദർശകന്മാരെയും ഒക്കെ വിളിച്ചു. അവർക്കറിയത്തില്ലേ ദൈവത്തിന്റെ പെട്ടകം എന്ത് ചെയ്യണമെന്ന്. അവർ പറഞ്ഞൊരു കാര്യം ചെയ്യ്, നിങ്ങളൊരു പുതിയ വണ്ടിയൊക്കെ ഉണ്ടാക്കി കറവയുള്ള 2 പശുക്കളെയൊക്കെ കെട്ടി ഈ പെട്ടകത്തെ അങ്ങ് വിട്ടേര്. അത് നേരെ പോകുന്നെങ്കിൽ സ്തോത്രം, ഈ ദൈവമാ ഈ ബാധയൊക്കെ നമുക്ക് അയച്ചത് എന്ന് നമുക്ക് അറിയുവാനായി കഴിയും. എന്തായാലും ദൈവത്തിന്റെ പെട്ടകം അതുപോലെ അവർ വണ്ടിയെ കയറ്റി അങ്ങ് അയച്ചു. സ്തോത്രം. അത് ബേസിലേക്കുള്ള പെരുവഴിയായി കടന്നു പോകുവാനിടയായി തീർന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ദാവീദ് രാജാവായി വന്നു.
രാജാവിനൊരാഗ്രഹം, ഈ പെട്ടകം എൻ്റെ അരമനയിലേക്ക് കൊണ്ടുവരണം. ദാവീദ് കേട്ടിട്ടുള്ളത് ഈ പെട്ടകം എവിടെ നിന്നാ ഫെലിസ്ത്യർ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് വണ്ടിയേല. അതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തു, രാജോചിതമായി നല്ലൊരു കാളവണ്ടിയൊക്കെ ഉണ്ടാക്കി പശുവിന് വരെ കാളകളെ കെട്ടി വലിയ വാദ്യാഘോഷങ്ങൾ 10-30,000 പേരുടെ അകമ്പടിയോടുകൂടി ഈ പെട്ടകം കൊണ്ടുവരുവാനായിട്ട് പോയി. സ്തോത്രം! വലിയ ഛേദം അതിൽ വരുവാനിടയായി തീർന്നു. അപ്പോഴാ വളരെ ദുഃഖത്തോട് പെട്ടകവും വേണ്ടാന്ന് വെച്ചിട്ട് സ്തോത്രം ഈ ദാവീദ് ദുഃഖത്തോടെ തിരിച്ചു വരുവാനിടയായി തീർന്നു. താൻ തന്റെ അരമനയിൽ വന്നിട്ട് ഇതിന് കാരണം അന്വേഷിച്ചു, ന്യായപ്രമാണം വായിക്കുവാൻ തുടങ്ങി. അപ്പോഴാ ഒരു കാര്യം മനസ്സിലായത്, വണ്ടിയേലോ കാളയുടെ മേലോ ഒന്നുമല്ല ഈ പെട്ടകം കൊണ്ടുവരേണ്ടത്. വിശുദ്ധരായ ലേവ്യ പുരോഹിതന്മാർ വേണം ഈ പെട്ടകം കൊണ്ടുവരേണ്ടത്. അവരാണ് ഈ പെട്ടകം തോൾ കൊടുത്ത് തന്നിന്മേൽ ചുമത്തി കൊണ്ടുവരേണ്ടതുള്ള ഉപദേശ സത്യം ദാവീദ് ഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. നാം 1 കൊരിന്ത്യർ 15-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കതവിടെ കാണുവാനായി കഴിയും. സ്തോത്രം! ദാവീദ് പറയുന്നു, മുമ്പേ നമ്മൾ നിയമപ്രകാരമല്ലല്ലോ ഈ പെട്ടകം കൊണ്ടുവരുവാനായി നമ്മൾ പോയത്, അതുകൊണ്ട് ഛേദം വന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത്, അനുകരിക്കുന്ന പലരും പലതും അനുകരിക്കുന്ന ഈ ലോകത്തിൽ നാം എന്തെങ്കിലും കണ്ട് അതിന്റെ പുറകെ പോകേണ്ടവരല്ല. ഉപദേശത്തെ ശ്രദ്ധിച്ച് ഉപദേശപ്രകാരം ജീവിതയാത്രയിൽ മുന്നേറുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം! പ്രമാണമറിയാത്തവർ പലതും ചെയ്ത് കൂട്ടിയേക്കാം, അവിടെ പ്രശ്നങ്ങൾ വന്നില്ലെന്നിരിക്കാം. എന്നാൽ ദൈവിക പ്രമാണം ലഭിച്ച ദൈവമക്കൾ ദൈവിക ഉപദേശത്തെ ശ്രദ്ധിച്ച് അതിൻപടി മുന്നോട്ട് പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ ക്യാൻസർ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ആത്മീയരുടെ ഇടയിൽ, പ്രത്യേകിച്ച് കർത്തദാസന്മാരുടെ ഇടയിൽ. ഇപ്പം പ്രസംഗിക്കുകയൊക്കെ ചെയ്യണം, എന്നെ പോലെ പ്രസംഗിക്കണമെങ്കിൽ വേദപുസ്തകം തൊടുക പോലുമില്ല, ബാഗിനകത്ത് തങ്ങിയിരിക്കും. ഞാൻ നമ്മുടെ ഒരു PMGക്ക് അകത്തുള്ള ഒരു ഭവനത്തിൽ ഉപവാസ പ്രാർത്ഥനയാണ്. ഞാൻ ആ ഭവനത്തിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാനും കടന്നുപോയി. വെളിയിൽ നിന്നൊരു കർത്തദാസനാണ് ശുശ്രൂഷിക്കുന്നത്. അവിടെ ഇതുപോലെ മേശയില്ല, മൈക്കില്ല. ഇപ്പൊ മൈക്കുള്ളതുകൊണ്ട് ഞാൻ വേദപുസ്തകം മേശമേൽ വെച്ചിരിക്കുന്നു. ഇത് രണ്ടും അവിടെ ഇല്ല. ഈ കർത്തദാസന് ബാഗിൽ നിന്ന് ആ പുസ്തകം എടുക്കുകയോ ഒന്ന് നിവർത്തിക്കുകയോ ചെയ്യാതെ 1.5 മണിക്കൂർ എന്തൊക്കെയോ പറഞ്ഞു. സ്തോത്രം! ഞാൻ പറഞ്ഞത്, ഹല്ലേലൂയ, സ്തോത്രം, ഇത് ഭാരമായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിനകത്തെ എല്ലാം ബൈ ഹാർട്ട് കാണാപ്പാടമായതുകൊണ്ടായിരിക്കാം. എന്നാൽ ഞാൻ കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ വചനം എന്റെ കരങ്ങളിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, 2 ദിനവൃത്താന്ത പുസ്തകം 17-ാം അധ്യായം അതിന് 9-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. അത് ഒന്ന് വായിച്ചേക്കാം. ദൈവത്തിന്റെ ന്യായ പ്രമാണ പുസ്തകം അവരുടെ കരങ്ങളിൽ ഉണ്ടായിരുന്നു. ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? രാജാവിന്റെ മകനായ യഹോശാഫാത്ത് യഹൂദയിൽ രാജാവായി. അദ്ദേഹത്തിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ യഹൂദ പട്ടണങ്ങളിൽ ഉപദേശിപ്പാനായി 3 കൂട്ടം ആൾക്കാരെ അദ്ദേഹം അയച്ചു. 1 തന്റെ പ്രഭുക്കന്മാർ, 2 ലേവിയർ, 3 പുരോഹിതന്മാർ. ഇവർ യഹൂദ പട്ടണങ്ങളിൽ സഞ്ചരിച്ച് ജനത്തെ ഉപദേശിച്ചു പോന്നു. ആ വാക്യം 9-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്, ഈ പ്രിയപ്പെട്ടവരുടെ കരങ്ങളിൽ എന്തുണ്ടായിരുന്നു? ദൈവത്തിന്റെ ന്യായ പ്രമാണം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ പോലുള്ള പ്രസംഗിയാര് ദൈവവചനം എടുക്കുവാൻ മടിച്ചാൽ ദൈവജനം വീട്ടിൽ നിന്നേ വേദപുസ്തകം എടുക്കുവാൻ മടിക്കും. ഈ വലിയ സത്യം നാം ഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവദാസന്മാരെ,
നാം ആകാത്ത അനുഗ്രഹങ്ങൾ ഒന്നും നടത്തരുത്. ഇന്നലത് ചെയ്തല്ലോ, എനിക്കും ചെയ്തുകൂടെ? നോ. ദൈവത്തിന്റെ ഉപദേശങ്ങളെ ശ്രദ്ധിച്ച് അതിന് പ്രകാരം മുന്നേറുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഉപദേശത്തിൽ നാം നിന്നാൽ ഇടർച്ചയ്ക്ക് സംഗതിയില്ല. പകുതി വെച്ച് ക്രിസ്തു ജീവിതം അവസാനിപ്പിക്കേണ്ടി വരികയില്ല. ആ സ്വർഗ സിയോനിൽ നാം എത്തിച്ചേരുവാനിടയായി തീരും. സ്തോത്രം. ഈ യെഹോശാഫാത്തിനെ കുറിച്ച് ഒരു കാര്യം കൂടെ ഈ വാക്യം 17-4 വാക്യത്തിലുണ്ട്. ഇസ്രായേലിന്റെ മര്യാദ പ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാൻ അവൻ മനസ്സ് വെച്ചത് കൊണ്ട് യഹോവയായ ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവവചന പ്രകാരം ജീവിപ്പാൻ, ഉപദേശത്തെ ഏറ്റെടുത്ത് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഭാഗം ഞാൻ അവിടെ വിടുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നാം വളരെ വേഗത്തിൽ അടുത്ത ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ്റെ സമാപന ദൂത് അറിയിപ്പാനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൽ ബഹുമാനിയ പാസ്റ്റർ ജേക്കബ് നേശമണി അവറുകളാണ്. ഇന്ന് പകൽ അദ്ദേഹം നമുക്ക് ആവശ്യമായ ദൂത് ഒരുങ്ങി വന്നിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ തുടർന്ന് നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. അദ്ദേഹത്തെ അതിനായി ഞാൻ ക്ഷണിച്ചുകൊള്ളും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ മഹനീയ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ജനറൽ സെക്രട്ടറിയും ഈ മഹായോഗത്തിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുമായിരിക്കുന്ന പാസ്റ്റർ ജി അലക്സാണ്ടർ അവർകൾ, നമ്മുടെ കൺവെൻഷൻ്റെ ജനറൽ കൺവീനറും നമ്മുടെ ജനറൽ പ്രസിഡൻറ്റുമായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ, ഇന്ന് ഇതിന് ശേഷം ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും ഭയത്തോടും ഭക്തിയോടും നാം എടുക്കേണ്ട ശുശ്രൂഷ ചെയ്യുവാനിരിക്കുന്നതുമായ കർത്താവിൽ ബഹുമാന്യ പാസ്റ്റർ കെ ജോസഫ് സാർ അവർകൾ നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായി ഇന്നലെ പകലും ദൈവത്തിൻ്റെ ശബ്ദമായി ഇവിടെ നിന്ന പാസ്റ്റർ എം എ ജോൺ സാറ് ഇപ്പോൾ സങ്കീർത്തനത്തിൽ നിന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇമ്പമേറിയ ശബ്ദം അറിയിച്ച തമിഴ്നാട് സ്റ്റേറ്റ് പ്രസിഡൻറ്റും നമ്മുടെ ജനറൽ ട്രഷററുമായിരിക്കുന്ന പാസ്റ്റർ പി എം പാപ്പച്ചൻ അവർകൾ, കർത്താവിൽ ബഹുമാന്യ മറ്റ് ശ്രേഷ്ഠ ദൈവദാസന്മാർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന വിലപ്പെട്ട ദാസന്മാർ, വന്നു ചേർന്ന വാത്സല്യ ദൈവമക്കൾ, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളും പ്രായം കുറഞ്ഞ യുവതി യുവാക്കളും ധാരാളം ഇവിടെ ഇരിക്കുന്നതിൽ സന്തോഷമുണ്ട്. പ്രൈസ് ഗോഡ്. ദാവീദ് ഇന്നിവിടെ വന്ന് 34-ാം സങ്കീർത്തനം നിങ്ങളുടെ മധ്യത്തിൽ പാടിയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരടി പാടുമായിരുന്നു. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയുള്ള ഭക്തിയെ ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം. നീ കരയണ്ട. പ്രൈസ് ഗോഡ്. സ്തോത്രം. ദാവീദിന്റെ വേരും യഹൂദാ ഗോത്രത്തിലെ സിംഹവുമായ ഒരുവൻ ഈ പുസ്തകം തുറക്കാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിലുമുണ്ട് ദാവീദിന്റെ പേര്. പ്രൈസ് ഗോഡ്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് പഴയ നിയമം യുക്തമായി ഉപയോഗിപ്പാൻ നമുക്ക് ആവശ്യമാണല്ലോ. 2-3 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചു തരണമേ, നമ്മുടെ ഒരു രസം പിടിച്ച ഒരു ചിന്തയ്ക്ക് വേണ്ടി മാത്രം. പ്രൈസ് ഗോഡ്. എബ്രായ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. എബ്രായ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? മറുപടി എന്താണ്? ഇല്ല. എവിടെ നിന്ന് തെളിവ് കൊടുക്കും? ഇല്ല എന്ന് നമുക്ക് പറയാം. എവിടെ നിന്ന് തെളിവ് കൊടുക്കും? പഴയ നിയമം നോക്കണ്ടേയോ? അടുത്ത് 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-ാം വാക്യം. ഇവിടെ പാസ്റ്റർ ടി ഡി ബാബു ആ മത്സ്യത്തിൻ്റെ വായ്ക്കകത്തിരുന്ന ചതുദ്രമ പണത്തെ പറഞ്ഞിട്ട് ആത്മാവിൽ പറഞ്ഞു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്. ഇവിടെ എല്ലാവരും ആത്മാവിൽ ഇവിടെ നൃത്തം ചെയ്യുന്നത് കണ്ടു. ആ വാക്യം ഒന്ന് വായിക്കണം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്
കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. എവിടെ എഴുതിയിരിക്കുന്നു? എവിടെ മറിച്ചു നോക്കും? പഴയ നിയമം മറിച്ചു നോക്കണ്ടയോ? എഫേസ്യർ 6:2 വാക്യം. എഫേസ്യർ 6:2 വാക്യം. നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയല്ലോ. ഏത് മറിച്ചു നോക്കണം? 10 കൽപ്പന മറിച്ചു നോക്കണം. The sum and substance of the Jewish religion is 10 commandments. ഇസ്രായേൽ മതത്തിന്റെ, യഹൂദ മതത്തിന്റെ ആകത്തുകയും അന്തസത്തയും 10 കൽപ്പനയാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ the sum and substance of the total Bible from Genesis to Revelation is Jesus Christ. ആദിയിൽ എന്നാരംഭിച്ച് ആമേൻ എന്ന് അവസാനിക്കുന്ന ഈ ബൈബിൾ ആദിയും അന്തവും അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനുമായ യേശുക്രിസ്തുവിൽ നിറഞ്ഞിരിക്കുകയാണ്, യേശുക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. അപ്പൊ പഴയ നിയമവും വേണം, പുതിയ നിയമവും വേണം. നിങ്ങൾ കൂടി വരുമ്പം ഓരോരുത്തരും അന്യഭാഷയുണ്ട്. ഉണ്ടോ? ഉണ്ട്. സ്തോത്രം. പ്രവചനമുണ്ടോ? ഉണ്ട്. സങ്കീർത്തനമുണ്ടോ? അതെവിടെ കിടക്കുന്നു? പുതിയ നിയമത്തിലോ? സാംസ് എന്ന് തന്നെയാണ് പറയുന്നത്. എഫേസ്യ ലേഖനത്തിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും, ഈയിടയ്ക്ക് ആരോ പ്രസംഗിച്ച പോലും പഴയ നിയമത്തെ കീറിക്കളയണമെന്ന്. ഞാനിപ്പോ ആദ്യം ഉദ്ധരിച്ച എബ്രായ ലേഖനം 1-ാം അധ്യായം നിങ്ങൾ പരിശോധിക്കണം. 14 വാക്യങ്ങളിൽ 8 വാക്യവും പഴയ നിയമ ഉദ്ധരണിയാണ്. പ്രൈസ് ഗോഡ്. വിവരക്കേടുകൾ വിളിച്ചു പറയാതെ പരിജ്ഞാനമുള്ള ദൈവത്തിന്റെ വിലപ്പെട്ട അഭിഷിക്തന്മാർ പറഞ്ഞു തരുന്ന ബുദ്ധിയോപദേശങ്ങൾക്ക് കീഴ്പ്പെട്ട് ദൈവവചനത്തെ നമുക്ക് ഭയത്തോടെ, എഫേസ്യ ലേഖനത്തിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും, ഇംഗ്ലീഷ് എന്താണ്? സാംസ്. ഈ 150 അധ്യായങ്ങളുള്ള സാംസ്, ഹിംസ് ആൻഡ് സ്പിരിച്വൽ സോങ്സ്. അപ്പൊ ഈ സാംസ് പ്രൈസ് ഗോഡ് തന്നിരിക്കുകയാണ്. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ ഇന്ന് പരിശ്രമിച്ചത് ഞങ്ങൾ അംഗീകരിച്ചു എന്നൊന്ന് പറഞ്ഞതാണ്. പ്രൈസ് ഗോഡ്. സ്തോത്രം, സ്തോത്രം. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഞാൻ വളരെ വളരെ വേദനിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ ഒരു പേപ്പർ എടുത്ത് വെച്ച് പലതും ഇങ്ങനെ എഴുതും. ദൈവമേ, പണ്ടാരോ പാടി എന്ന് തീരും എൻ്റെ കഷ്ടം എന്നൊക്കെ പറഞ്ഞതുപോലെ ഞാനിങ്ങനെ ഒരു കൊച്ചു പേപ്പർ എടുത്ത് വെച്ച് പലതും ഇങ്ങനെ കുത്തിക്കുറിക്കും. അങ്ങനെ തന്നെ ഒരു പുസ്തകം തന്നെ, ഒരു ബുക്ക് തന്നെ എൻ്റെ കയ്യിലുണ്ട്, ഒരു ഡയറി. അപ്പം ഞാനിങ്ങനെ എഴുതും, എന്ന് നമ്മുടെ ദുഃഖം തീരും. ദൈവം പ്രവർത്തിച്ചാൽ എന്തൊക്കെ സംഭവിക്കും? മാറ മധുരമാകും, മച്ചി 7 പ്രസവിക്കും, മരീചിക പൊയ്കയാകും, വരണ്ട നിലം നീറുറവയായിത്തീരും, പച്ചവെള്ളം വീഞ്ഞാകും, മരണവീട് വിരുന്ന് വീടാകും. പ്രൈസ് ഗോഡ്. വിലാപം നൃത്തമാകും, കണ്ണുനീർ ജലാശയമാകും, ദുഃഖം സന്തോഷമാകും. വേദപുസ്തകത്തിലില്ലാത്ത ഒന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്. സ്തോത്രം. ദുഃഖം സന്തോഷമാകും, നിലവിളി ആർപ്പുവിളിയാകും, ദൈവം വ്യത്യാസം വരുത്തിയാൽ. നിരാശ പ്രത്യാശയാകും, സന്ധ്യയിലെ കരച്ചിൽ ഉഷസിലെ ആനന്ദമാകും, ദരിദ്രർ മഹാസമ്പന്നരാകും. പ്രൈസ് ഗോഡ്. സന്ധ്യയിലെ കരച്ചിൽ ഉഷസിലെ ആനന്ദമാകും. വേദപുസ്തകത്തിലെ ഒരു വാക്യത്തിന്റെ ബി പാട്ടാണ്. 30-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗമാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ആ ബന്ധത്തിൽ ഒരു വാക്യം ഉദ്ധരിച്ച് ചില വാക്കുകൾ പറഞ്ഞിരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 2 പത്രോസ് 1-ാം അധ്യായം 19-ാം വാക്യം. ഉഷസ് അല്ലെങ്കിൽ പുലർച്ച അല്ലെങ്കിൽ പ്രഭാതം. 2 പത്രോസ് 1-ാം അധ്യായം 19-ാം വാക്യം. പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും
നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം. അത് തെറ്റാണ്, തിരുത്തി പറയാം. ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. ഇത് തിരുത്തി വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കണം: നേരം വെളുക്കും ഉദയ നക്ഷത്രം ഉദിക്കും. അത് ഹൃദയത്തിലല്ല, ഉദയ നക്ഷത്രം ആകാശത്തിലാണ് ഉദിക്കുന്നത്. നേരം വെളുക്കും ഉദയ നക്ഷത്രം ഉദിക്കും. അതുവരെ നിങ്ങൾ കേട്ട സ്ഥിരമായ ഈ പ്രവാചക വാക്യത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കരുതിക്കൊണ്ടാൽ നന്ന്. പ്രൈസ് ഗോഡ്. കഷ്ടത വരും, സന്ധ്യാപോരുകൾ വരും, വേദനയുടെ ആഴങ്ങൾ ഉണ്ടാകും, ഒറ്റപ്പെട്ട അവസ്ഥകൾ ഉണ്ടാകും. ഏകരായി മുന്തിരിച്ചക്ക് ചവിട്ടേണ്ടി വരും, ഏകരായി ശേഷിക്കും. ദാവീദിന്റെ ഭാഷ പറഞ്ഞാൽ ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ മോങ്ങേണ്ടി വരും. വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലുള്ള ഏകാന്തത അനുഭവിക്കേണ്ടി വരും. ശരണം പോയിപ്പോകും, വല്ലവനും ദയ തോന്നുമ്പോ എന്ന് നോക്കിയാൽ ആരും ഇല്ലാതെ പോകും. ആ സമയത്തും സ്ഥിരമായ ഈ പ്രവാചക വാക്യത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കരുതിക്കൊണ്ടാൽ നന്ന്. പ്രൈസ് ഗോഡ്. അപ്പൊ നേരം നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ലോകത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ അന്ന് രാത്രി ആകാശത്തിൽ അതുവരെ ഇല്ലാത്ത ഒരു നക്ഷത്രം വെളിപ്പെട്ടു. വാനശാസ്ത്ര നിരീക്ഷകന്മാരായ വിദ്വാൻമാർ ആ കാഴ്ച കണ്ടു. സാധാരണ ജനം അത് കണ്ടില്ല, നിരീക്ഷകന്മാർ അത് കണ്ടു. അത് സാധാരണ നക്ഷത്രമല്ല, സഞ്ചരിക്കുന്ന നക്ഷത്രം. മത്തായി സുവിശേഷം 2-ാം അധ്യായം 2, 7, 10 എടുക്കണ്ട. ആ 3 ഭാഗങ്ങളിലാണ് ഈ നക്ഷത്രത്തെ. അപ്പൊ നക്ഷത്രം കണ്ടു, ആ സഞ്ചരിക്കുന്ന നക്ഷത്രം. എന്നിട്ട് അതുകൊണ്ട് ആ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. അവരിടയ്ക്ക് വഴിതെറ്റിപ്പോയെങ്കിലും തിരിച്ചു വന്ന് യേശുക്കുഞ്ഞ് കിടക്കുന്ന സ്ഥലത്തെത്തി. നക്ഷത്രം അവിടെ നിന്നു. ആ നക്ഷത്രം ഇന്ന് ആകാശത്തിൽ ഇല്ലാത്തത് കൊണ്ട് അപ്രത്യക്ഷമായി എന്ന് വേണം കരുതാൻ. പ്രൈസ് ഗോഡ്. എനിക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടെ ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ ഇതുവരെ യേശു ജനിച്ച രാത്രിയിൽ വെളിപ്പെട്ട നക്ഷത്രം മുകളിലുണ്ടെന്ന് ആരും പറഞ്ഞു കേൾക്കാത്തത് കൊണ്ട് ഇപ്പൊ കാണൂല്ല എന്ന് വേണം കരുതാൻ. അത് ഉദിപ്പിച്ചവൻ അത് തിരിച്ചെടുത്ത് കാണും എന്ന് കരുതാം. പ്രൈസ് ഗോഡ്. എന്നോട് ചോദിച്ച മറുപടി ഒന്നുമില്ല, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. അപ്പോൾ യേശു ജഡത്തിൽ വെളിപ്പെട്ടത് ഒരു മാർമികമായ വിഷയമാണ്. അന്ന് അതുവരെ വെളിപ്പെടാത്തൊരു നക്ഷത്രം ആകാശത്തിൽ ഉണ്ടായി. ലോകത്തിന്റെ വെളിച്ചമായ യേശു പൂജാതനായപ്പോൾ അതിന്റെ അടയാളമായി ഒരു ഉദയ നക്ഷത്രം ഉയരത്തിൽ ഉദിച്ചു വന്നു. പ്രൈസ് ഗോഡ്. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഇനി 2-ാം പ്രാവശ്യം മധ്യാകാശത്തിൽ അവൻ വരുന്നത് ലോകത്തിന്റെ വെളിച്ചമായിട്ടല്ല, നീതി സൂര്യനായിട്ടാണ്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. മലാഖി 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. സമയമില്ലെങ്കിൽ ഞാൻ അങ്ങ് പറയാം. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിന്റെ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. ജഡത്തിൽ വെളിപ്പെട്ട യേശു സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. അവന്റെ അടിപ്പിണരുകളിൽ നമുക്ക് സൗഖ്യമുണ്ടായി. എന്നാൽ തേജസ്സിൽ വെളിപ്പെടുന്ന യേശുവിന്റെ ജഡത്തിന്റെ പ്രത്യക്ഷത ഒരു മർമ്മമാണ്, സാധാരണ മർമ്മമല്ല. കല്യാണ സമയത്ത് സേട്ട് ദൈവദാസന്മാർ പറയും ഈ മർമ്മം വലിയത്. എന്നാൽ അത്രയും അങ്ങനെ വലിയതുമല്ല യേശു ജഡത്തിൽ വെളിപ്പെട്ടത്, സമ്മതമാവണ്ണം വലിയത്. 1 തിമോഥെയോസ് 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഒറ്റ വാക്യത്തിൽ അതുണ്ട്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ഇംഗ്ലീഷ് തിരിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൺലി അക്സെപ്റ്റബിൾ ദാറ്റ് ദ മിസ്റ്ററി ഓഫ് ഗോഡ് ഈസ് സോ ബിഗ് ദാറ്റ് ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്, justified in spirit, seen by angels, preached among the Gentiles, believed on in the world, received in glory. Praise God. ഇത് സമ്മതമാവണ്ണം വലിയൊരു മർമ്മമാണ്. ദൈവത്തിന് സ്തോത്രം. അന്ന് ഒരു നക്ഷത്രം ഉയരങ്ങളിൽ ഉദിച്ചെങ്കിൽ 2ാമത്
ഒരു പ്രഭാത നക്ഷത്രം ഉദിപ്പാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. പ്രഭാത നക്ഷത്രം, ആദ്യമായിട്ട് ദൈവം സൃഷ്ടിച്ച പ്രഭാത നക്ഷത്രം ലൂസിഫറും കൂട്ടരുമാണ്. അവർ തള്ളപ്പെട്ടു പോയ സ്ഥാനത്താണ് പ്രഭാത നക്ഷത്രങ്ങളായി ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ദൈവസഭയ്ക്ക് ഉത്തമഗീത പുസ്തകം അരുണോദയം പോലെ ശോഭ. പ്രൈസ് ഗോഡ്. സൂര്യനെ പോലെ നിർമ്മലത. പ്രൈസ് ഗോഡ്. ചന്ദ്രനെ പോലെ സൗന്ദര്യം. കോടികളോടുകൂടിയ സൈന്യങ്ങളോട് ഭയങ്കരത്വം. ഈ വിശേഷണങ്ങളാണ് ഉത്തമഗീതത്തിൽ നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ്റെ കീഴിൽ സ്തോത്രം തേജസ്സോടെ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. പ്രൈസ് ഗോഡ്. ദ സൺ ഓഫ് റൈച്ചസ്നസ് ഷാൾ എറൈസ് വിത്ത് ഹീലിംഗ് ഇൻ ഹിസ് വിങ്സ്. അപ്പോൾ യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോഴും അവൻ്റെ ചിറകിൻ്റെ കീഴിൽ എന്തുണ്ട്? രോഗശാന്തിയുണ്ട്. ഒന്നാമത് വന്നപ്പോൾ അവൻ്റെ അടിപ്പിണരുകളിലാണ് രോഗശാന്തി ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി വരുമ്പോൾ അവൻ്റെ ചിറകിൻ്റെ കീഴിൽ രോഗശാന്തി ഉണ്ട്. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, നമ്മളെ വിട്ടുപോയ ഒന്നാണല്ലോ രോഗശാന്തി. എന്നാൽ നമുക്ക് ആശ്രയിക്കാം. നിശ്ചയമായിട്ടും മുതൽ ഇതുവരെയും എത്രത്തോളം കൃപയോടെ നമ്മെ സൂക്ഷിച്ച് അനുഗ്രഹിച്ച വലിയവനായ ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിച്ചുകൊണ്ടും അവസരം ഒരുക്കി തന്ന വിലപ്പെട്ട അഭിഷിക്തന്മാർക്ക് നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ കർത്താവിൻ്റെ ദാസനിലൂടെ മനോഹരമായ ദൈവശബ്ദം നമ്മെ കേൾപ്പിച്ചു. പ്രവാചക വാക്യവും അധികം സ്ഥിരമായി നമുക്കുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? മാറിപ്പോകുന്ന ദൈവശബ്ദമല്ല, നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഇന്ന് നാം ഇരുട്ടിലിരിക്കുന്നു, എന്നാൽ ഒരു കാര്യം ദൈവത്തിൻ്റെ വചനം നമ്മോട് വിളിച്ചു പറയുന്നു. ഉദയസൂര്യൻ, പ്രൈസ് ദി ലോർഡ്, ഉദയ നക്ഷത്രം ഉദിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ലോകസംഭവങ്ങൾ വിളിച്ചു പറയുന്നു കർത്താവിൻ്റെ വരവേറ്റവും ആസന്നമായി. ഇന്ന് പകൽ ഈ സമാപന ദൂതായി കർത്താവിൻ്റെ ദാസനിലൂടെ ദൈവം നമ്മെ കേൾപ്പിച്ചു. ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്, കർത്താവിൻ്റെ വരവ് ആസന്നമായി. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങൾ ഉയർത്തിയാട്ടെ. ഒരു പക്ഷേ അടുത്ത കൺവെൻഷൻ നടക്കുമോ നമുക്കറിയത്തില്ല. അതിനു മുമ്പേ കർത്താവ് വരും. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ വരവാണെങ്കിൽ നമുക്ക് ആവലോടെ ഒരുങ്ങാം. നമുക്ക് പ്രത്യാശയോടെ അതിനായി കാത്തിരിക്കാം. അതുവരെ ഈ ഇരുട്ടിൽ നാം ക്ഷീണിച്ചു പോകാതെ മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് ദാനമായി നൽകിയതോർത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ വചനം മുറുകെ പിടിക്കാം. ഈ വചനത്തിൽ നിലനിൽക്കാം. ശക്തിയോടെ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ. താങ്ക് യു പാസ്റ്റർ ജേക്കബ് നേഷ്മണി. ദൈവം ധാരാളമായി കർത്തദാസിനെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നാം ഒരു പാട്ട് പാടുവാൻ പോവുകയാണ്. അതിനായി ഗായക സംഘത്തെ ഞാൻ മുമ്പോട്ട് ക്ഷണിക്കുന്നു. നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം. അതിനുശേഷം കർത്താവിൻ്റെ മേശയിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും സമർപ്പണത്തോടും കൂടെ ഇന്ന് പകലും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ, പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ, നിന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും
സത്യമാക്കി. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചതോർത്താൽ നന്ദിയോടെ സ്തുതി പാടിടണം. കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചതോർത്താൽ നന്ദിയോടെ സ്തുതി പാടിടണം. സങ്കേതം കോട്ടയും സൗഭാഗ്യങ്ങളും നിത്യമാം ജീവനും നൽകിയതോർത്താൽ ആരാധിക്കാം എന്നേശുനാമത്തെ. എന്നും അവൻ നാമം വലിയതല്ലോ, എന്നും അവൻ ശക്തിയും വലിയതല്ലോ. ആരാധിക്കാം എന്നേശുവിനെ, ആരാധിച്ചിടാം അവൻ നാമത്തെ. 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 ഒരു വെളിച്ചം പ്രകാശിക്കാൻ പോകുകയാണ്. അതിന് മുന്നോടിയായി ഒരു ഉദയ നക്ഷത്രം വെളിപ്പെടാൻ പോകുന്നു. അതുവരെയും ക്ഷീണിച്ചു പോകാതെ നിൽപ്പാൻ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആലോചനകൾ നമുക്ക് സ്ഥായിയായി ഉണ്ട്. അതോർത്ത് നമുക്കെല്ലാം അല്പസമയം സ്തോത്രം പറയാം. നമുക്കൊരു തീരുമാനമെടുക്കാം. അതുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ വരെയും ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ ശക്തിയോട് നിൽപ്പാൻ ഇന്ന് പകലിനെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേര് ഇന്ന് പകൽക്കാലം ആത്മാർത്ഥമായി ദൈവത്തിന് തീരുമാനമെടുക്കും? അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.
നാം തിരുമേശയിലേക്ക് പ്രവേശിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷയെ അനുഗ്രഹിപ്പാൻ കേട്ട വചനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ജോർജ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ ദിവ്യ സാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ആരംഭിച്ച ഞങ്ങളുടെ മഹായോഗത്തിൻ്റെ സമാപന സമയത്തേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ശ്രേഷ്ഠ കർത്തദാസന്മാരിലൂടെ ഞങ്ങൾ കേൾപ്പിച്ച ശ്രേഷ്ഠമേറിയ സ്വർഗീയ സന്ദേശത്തിനായി നന്ദിയോടെ കർത്താവേ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങളെ വർണ്ണിക്കുവാൻ, ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ പകർന്നു കൊടുക്കുവാൻ കർത്താവേ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഓരോ അനുഭവങ്ങളിലും ഞങ്ങളെ പ്രാപ്തരാക്കി തീർക്കണമേ. ഞങ്ങൾ വന്നെത്തിയിരിക്കുന്ന സമയം വളരെ ദുഷ്കരമായൊരു സമയമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇരുട്ട് ലോകം മുഴുക്കം മൂടി താവേ വളരെ അന്ധകാരത്തിൽ മനുഷ്യവർഗമായിരിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രത്യാശയായ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വെളിച്ചം ഉദിക്കും, നേരം പ്രഭാതം ഉദിക്കും, ഉദയ സൂര്യൻ പ്രകാശിക്കും എന്ന് ഞങ്ങൾ കേൾപ്പിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. അതുവരെയും സ്ഥിരമായ ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ഉള്ളത്തിൽ സംഗ്രഹിച്ചവരായി ആമേൻ ദൈവ സാന്നിധ്യത്തിൽ പ്രത്യാശയോടെ ജീവിക്കുവാൻ, പ്രതികൂലങ്ങളെ സധൈര്യം നേരിടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ. വ്യക്തികളായി ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ. പ്രസ്ഥാനമായി ഈ നാൾ പുത്തൻ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഈ വർഷം അവസാനിക്കാൻ പോകുന്നുവല്ല കർത്താവേ, പുതുവർഷം ഞങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ പുതിയ കരുത്തോട് ശക്തിയോടെ നിൽക്കുവാൻ എല്ലാവരെയും ഓരോ വ്യക്തികളെയും കർത്താവ് സഹായിച്ചുകൊള്ളുകയെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽ ദിവസങ്ങളായിരിക്കുന്ന അവിടുത്തെ വിലപ്പെട്ട ദാസന്മാർക്കായി എല്ലാ ദൈവമക്കൾക്കായും സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെയും കർത്താവിൻ്റെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ വിലപ്പെട്ട ദാസനെ വളരെ അഭിഷിക്തമായി ദൈവം ഉപയോഗിക്കണമേ. കർത്താവിൻ്റെ തിരുമേശയിൽ നിന്ന് കർത്താവ് ഭക്തിയോട് അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഇടവരുത്തനെ കർത്താവേ. കർത്താവിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ ഉള്ളം നിറയപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ആമേൻ നിറയപ്പെടുവാൻ, ബലത്തോടെ മടങ്ങിപ്പോകുവാൻ സഹായിക്കണം. ശുശ്രൂഷകളെ കർത്താവ് നിയന്ത്രിക്കണമേ. അവിടുത്തെ ഭക്തനെ ശക്തിയോട് ജീവിപ്പാൻ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം നാഥന് തരുന്നു. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ. കർത്താവിൻ്റെ വലിയ ദാസൻ പാസ്റ്റർ കെ ജോസഫ് അവറുകൾ തുടർന്ന് കർത്തൃമേശ ശുശ്രൂഷ നയിക്കുന്നതായി. എല്ലാവർക്കും ഞാൻ എൻ്റെ വന്ദനം അറിയിക്കുന്നു. നാം വന്നിരിക്കുന്നത് വളരെ ഗൗരവമേറിയ ഒരു ശുശ്രൂഷയുടെ മുൻപിലാണ്. ഇതിൽ ഭാഗഭാക്കാകുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അലക്ഷ്യമായി അശ്രദ്ധമായി ചെയ്യേണ്ടതോ പങ്കുവഹിക്കേണ്ടതോ ആയ ഒരു ശുശ്രൂഷയല്ല ഇത്. കാരണം നാം വളരെ കൃത്യമായി അറിയുന്നു, ശിക്ഷിക്കപ്പെടും. അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ ശിക്ഷിക്കപ്പെടും. ആ ഉത്തമ ബോധ്യം നമ്മുടെ ഹൃദയത്തെ ആദ്യം ഭരിക്കണം. പ്രാഥമികമായി നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇതിന് യോഗ്യമായി പങ്കുകൊള്ളുക എന്നത്. നാം കർത്തൃമേശയിൽ നിരന്തരമായി പങ്കുകൊള്ളുന്നവരാകൊണ്ട് ആ വിശദീകരണത്തിലേക്ക് അധികം ഞാൻ കടക്കണമെന്നില്ല. ഈ അതിമഹത്തായ ശുശ്രൂഷ സ്ഥാപിച്ചത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. പുതിയ നിയമസഭയ്ക്ക് കർത്താവിൻ്റെ ഐഹിക ജീവിതകാലത്തിന് ശേഷം അനുഷ്ഠിപ്പാൻ വേണ്ടി തന്നിരിക്കുന്ന 2 ശുശ്രൂഷകളിൽ ഒന്ന് വിശ്വാസ സ്നാനം. യേശുക്രിസ്തു സ്നാനപ്പെട്ടു, യേശുക്രിസ്തു സ്നാനപ്പെടുത്തി, യേശുക്രിസ്തു സ്നാനപ്പെടുത്തുവാൻ ദൈവസഭയ്ക്ക് കൽപ്പന തന്നു. അത് നാം ഇന്ന് തുടരുന്നു. ഈ ശുശ്രൂഷ എന്തിനാ? യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണ, ഇത് സ്ഥാപിച്ച സ്ഥാപകൻ്റെ തന്നെ ക്രൂശ് മരണ, അടക്ക, പുനരുത്ഥാനങ്ങളോട് ഏകീഭവിപ്പാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് സ്നാനം. അങ്ങനെ യേശുക്രിസ്തുവുമായി ഏകീഭവിച്ചവർ തുടർന്ന് ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ് കർത്തൃമേശ. കർത്തൃമേശയും എന്തിനാ സ്ഥാപിച്ചിരിക്കുന്നത്? യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നതിൻ്റെ ഓർമ്മ പുതുക്കുവാൻ. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. നാം ഇത് സാധാരണ റെഗുലറായി കേൾക്കുന്നതായതുകൊണ്ട് വലിയ ഗൗരവം ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ഉപകാരം ചെയ്യുന്നവരെ നമ്മൾ സ്മരിക്കും.
എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ചെയ്തതുപോലെ ഒരു ഉപകാരം നമുക്ക് ആരും ചെയ്തിട്ടില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ പണം തന്ന് സഹായിക്കുന്നവരുണ്ട്. അപകടം നേരിടുമ്പോൾ കൈത്താങ്ങൾ തന്ന് നമ്മെ സ്തോത്രം സഹായിക്കുന്നവരുണ്ട്. ഇതൊക്കെ അവസരം ലഭിക്കുമ്പോൾ നാം നന്ദിപൂർവ്വം ഓർക്കുമെങ്കിലും സ്വന്തം ജീവൻ തന്ന് നമ്മെ ജീവനുള്ളവരാക്കി തീർത്ത യേശുവിനെ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വരുമ്പോൾ നന്ദിയോടെ കർത്താവിനെ ഓർക്കുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. യേശു ജീവൻ എടുത്തോ എന്ന് പറഞ്ഞേച്ചാൽ ചെയ്തതല്ല. ഹി ബ്രോട്ട് ലൈഫ് വിത്ത് ഹിം. യേശു ക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വചനം സംസാരിച്ചപ്പോൾ എന്നെ അത് സ്ട്രൈക്ക് ചെയ്തൊരു ചിന്തയാണ്. പിതാവാം ദൈവത്തിൻ്റെ ഊത്തിനാൽ ഈ ശരീരത്തിന് ജീവൻ ലഭിച്ചു. മാത്രമല്ല നമ്മുടെ ആത്മാവിനും ജീവൻ പകർന്നു. ആ ആത്മാവിന് പകർന്ന ജീവൻ ദൈവിക ജീവനാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും അവസാനിക്കാത്ത ദൈവിക ജീവൻ നമുക്ക് തന്നു. ഊത്തിനാൽ ലഭിച്ചത് തിന്ന് നഷ്ടപ്പെടുത്തി. കാരണം മുടക്കുമുതലൊന്നും ഇല്ലായിരുന്നു ആദാമിന്. ആദാം അറിഞ്ഞതുപോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അകത്ത് ജീവൻ വന്നത്. അങ്ങനെ മനുഷ്യൻ അലക്ഷ്യമായി കൽപ്പന ലംഘിച്ച് ജീവൻ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് പിതാവ് ചെയ്ത പദ്ധതിയാണ് തൃത്വത്തിൽ രണ്ടാമനാം പുത്രൻ. ജീവൻ യേശുവിലുണ്ട്. ഇത് പോയി മാനവജാതിക്ക് ഷെയർ ചെയ്യുക. അതിനാണ് യേശുവിനെ അയച്ചത്. ചെറിയ കാര്യമാണോ? കർത്താവ് വന്നു. ഇനിയും പ്രത്യേകമായ എന്തെങ്കിലും കൈവച്ച് അനുഗ്രഹിക്കുകയോ ഊതുകയോ ഒന്നും ചെയ്തല്ല ചെയ്യുന്നത്. എന്താ ചെയ്യേണ്ടത്? യേശുവിനായി ഹൃദയം തുറന്നു കൊടുക്കണം. അവനിൽ ജീവൻ ഉള്ളതുകൊണ്ട് ഹി ഇമ്പാർട്സ് ലൈഫ്. ആ ജീവൻ നമ്മിലേക്ക് പകർന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് മഹത്വം. അങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ നമ്മുടെ ആത്മാവിന് തരുന്നത്. അപ്പോൾ നമ്മെ നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ, നിത്യതയിൽ തുടരുവാൻ ജീവൻ തന്ന യേശു എന്ന ഓർമ്മ, അത് നമുക്ക് ലഭിക്കുവാൻ ഇടയ്ക്ക് നിന്ന പാപം, ആ വിഷമുള്ള യേശു നമുക്ക് വേണ്ടി ഏറ്റു. അതാ ഞാൻ പറഞ്ഞ ജസ്റ്റ് അങ്ങ് പറയല്ലേ ചെയ്തത്. ആ പാപം നീക്കപ്പെടണമായിരുന്നു. ആ പാപം നീക്കണമെങ്കിൽ ശിക്ഷ പ്രഖ്യാപിച്ച ദൈവം ശിക്ഷ കൊടുക്കാതെ അത് മാറത്തില്ല. പുത്രൻ വന്ന് പറഞ്ഞു ഞാൻ ഏറ്റു. പുത്രൻ നമുക്ക് വേണ്ടി ആ ശിക്ഷ ഏറ്റു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് നമുക്ക് അവസരം ലഭിക്കുമ്പോഴെങ്കിലും ഇരുന്ന് ധ്യാനിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യമാണ്. അപ്പോൾ യേശുക്രിസ്തു തൻ്റെ വ്യക്തിപരമായ ബന്ധത്തിൽ സ്ഥാപിച്ച 2 ശുശ്രൂഷകളായത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കർത്തൃമേശയും സ്നാനവും. സ്നാനം ഒരിക്കൽ ഏറ്റാൽ മതി. പക്ഷെ കർത്തൃമേശ നന്ദിയോടെ ആവർത്തിച്ച് നാം ഓർക്കണം. അതിനുവേണ്ടി തന്നിരിക്കുന്ന ഇന്ന് നാമും ഭാഗ്യവശാൽ ഈ ശുശ്രൂഷയുടെ മുമ്പിലാണ്. യേശുക്രിസ്തു ഈ ശുശ്രൂഷ സ്ഥാപിച്ചു. സ്നാനം എന്നതുപോലെ തന്നെ യേശുക്രിസ്തു സ്ഥാപിച്ചു ഈ ശുശ്രൂഷ. നമുക്കറിയാം യേശുക്രിസ്തു യഹൂദ മതത്തിൽ ജനിച്ചയാളാണ്. യഹൂദനെ സംബന്ധിച്ച് പെസഹ ആചരിക്കണമെന്ന നിയമമുണ്ടായിരുന്നു. കർത്താവിൻ്റെ ഐഹിക ജീവിതകാലം കഴിയും മുമ്പേ അന്തിമമായി ശിഷ്യന്മാരുമായി ഒത്ത് നടത്തിയ ആ പെസഹ എല്ലാവർക്കും കൊടുത്തു. യൂദയ്ക്കും കൊടുത്തു, അപ്പവും കൊടുത്തു, ചാറിനകത്ത് മുക്കി കൊടുത്തു, കഴിച്ചു. പിന്നെ യൂദയ്ക്കൊരു ചാൻസ് കൊടുത്തു. എന്താണെന്നറിയാമോ? ഇത് ഒറ്റിക്കൊടുക്കുന്ന കാര്യത്തിൽ നിന്ന് അദ്ദേഹത്തെ തിരുത്താൻ വേണ്ടി കർത്താവ് ഏകദേശം 7 ചാൻസ് കൊടുത്തതാണ് അതിൽ നിന്ന് മാറ്റാൻ. അഡമൻ്റായിട്ട് ഞാനോ നീ തന്നെ, ഇനിയിപ്പം പ്രിറ്റൻഡ് ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ പതുക്കെ കർത്താവ് കൊണ്ടുവന്ന് ഇവനത് മറ്റുള്ളവരെ അറിയാതെ ഇതിൽ നിന്ന് അങ്ങ് മാറുന്നെങ്കിൽ മാറട്ടെന്ന് ചാൻസ് കൊടുത്തപ്പോൾ അതിന് മുതലെടുത്തുകൊണ്ട് അവസാനം ചോദിച്ച് ലജ്ജയില്ലാതെ ഞാനോ
കർത്താവ് പറഞ്ഞു, നീ തന്നെ, യൂദേ, യു ആർ ദ വെരി പേഴ്സൺ. ഒരു കാര്യം ചെയ്യണം, ഇനി നിനക്ക് ചാൻസ് ഇല്ല, സമയമില്ല, ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക. എൻ്റെ ഹൃദയത്തെ എപ്പോഴും കുടയുന്നൊരു വാക്കുണ്ട്. അവൻ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി. കർത്താവ് വേദനയോടെ പറഞ്ഞു, അവൻ ജനിക്കാതിരുന്നെങ്കിൽ നല്ലത്. എത്ര വട്ടം നാം കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിന് വെളിയിൽ പോകുമ്പോഴും പിന്നെയും നമ്മെ മടക്കി വരുത്തുന്ന ആ ദിവ്യ സ്നേഹത്തിനായി സ്തോത്രം. കൂടെ ഇരിക്കുന്ന കൂടി ശിഷ്യന്മാർക്ക് അറിയത്തില്ല കർത്താവ് എന്തോ പറഞ്ഞെന്ന്. നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യാൻ, വല്ല മീറ്റിങ്ങോ വല്ലതും അറേഞ്ച് ചെയ്യാനാണെന്ന് തിരിക്കുക. അല്ല, നീ ഇപ്പം പോണം, എന്നെ ഒറ്റിക്കൊടുക്കണം. കുറച്ച് കഴിയുമ്പം നീ ഒരു കയറ് വാങ്ങിച്ച് മരത്തെ കെട്ടണം, അല്ലെങ്കിൽ എവിടാന്ന് വെച്ചാൽ കെട്ടണം. അത് പൊട്ടും. നിന്റെ പാപത്തിൻ്റെ ഭാരം അത്ര വലുതായതുകൊണ്ട് ആ കയറ് പോലും നിന്നെ വഹിക്കത്തില്ല. അത് മുറിഞ്ഞ് താഴെ വീഴും, നിന്റെ കുടലെല്ലാം തെറിച്ചു പോകും. അതിങ്ങനെ കണ്ടുകൊണ്ടാണ് കർത്താവ് പറയുന്നത്. നമ്മൾ പറയുന്ന പോലെ കാഷ്വലായിട്ട് അഭിപ്രായം പറയുന്ന ആളല്ല കർത്താവ്. അവന് വരുന്ന ആ തകർച്ച കണ്ടിട്ട് പറഞ്ഞു, അയ്യോ, എൻ്റെ കൂടെ 3 വർഷങ്ങൾ ജീവിച്ച ആ പാവപ്പെട്ടവൻ ധാരാളം ചാൻസ് കൊടുത്തിട്ടും he didn't use that. അത് പ്രയോജനപ്പെടുത്തിയില്ല. അവൻ പിടഞ്ഞു മരിക്കുന്ന കാണുമ്പോൾ നിനക്ക് അങ്ങനെ വരണമെന്ന് പറയല്ല, ആ മനുഷ്യന് അത് വന്നു പോയല്ലോ എന്ന് ഓർത്ത് കർത്താവ് സ്നേഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ചിന്തയുടെ മുമ്പിൽ നാം കർത്താവിൻ്റെ സ്നേഹം എത്ര അറിയുന്നവരാണ്. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം തരുന്ന 1000 നന്മകൾ നാം അനുഭവിക്കുമ്പോൾ തന്നെ നന്ദിയോടെ നമുക്കത് ഇരുന്ന് ദൈവസന്നിധിയിൽ അയവിറക്കാം. ഒരു യോഗ്യതയുമില്ല, അങ്ങയുടെ ഈ സന്നിധി വരാൻ പോലും എനിക്ക് യോഗ്യതയില്ല, എന്നെ അടുപ്പിച്ചല്ലോ. എന്നാൽ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ടുള്ള പോക്കിൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എനിക്ക് വസിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനോട് പൊറുക്കണമേ. നാം ചിന്തിച്ച് വന്നത് പെസഹ ആചരിച്ചു കഴിഞ്ഞു. അതായിരുന്നു അവസാനത്തെ പെസഹ, ലാസ്റ്റ് സപ്പർ എന്നൊക്കെ വിളിക്കുന്ന ആ പെസഹ ആചരിച്ച ശേഷം ഈ മഹനീയ ശുശ്രൂഷ കർത്താവ് സ്ഥാപിച്ചു. കർത്താവ് ഒരു അപ്പം എടുത്തു, നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, താമസമിന, എൻ്റെ ശരീരം ഇതുപോലെ നുറുക്കപ്പെടും. സ്തോത്രം, പ്രൈസലോ. നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടും. അതിനടയാളമായിട്ടാണ്, സിംബോളിക്കായിട്ടാണ് ആ അപ്പം വെച്ചത്. കർത്താവിൻ്റെ ഭക്തൻ വളരെ മനോഹരമായി അത് ഇന്നലെ വിവരിച്ചു. സിംബോളിക് ബോഡി ഓഫ് ക്രൈസ്റ്റ്, ശരീരം അതിന് അടയാളമായി നുറുക്കി. അതിനുശേഷം പാനപാത്രം എടുത്തു, പങ്കിട്ട് കുടിപ്പീൻ, ഇത് എൻ്റെ ശരീരം തകരുന്നത് പോലെ അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന രക്തത്തിന് സിംബോളിക്കായി അടയാളമായിട്ട് നിങ്ങൾ കുടിക്കണം. ഇത് കർത്താവ് ഇങ്ങനെ തന്നെ തന്ന് സ്ഥാപിച്ചത് കൊണ്ടാണ് നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കാത്തത്. വി ഹാവ് നോ ഓപ്ഷൻ. കർത്താവ് എങ്ങനെ സ്ഥാപിച്ചു, ഇത് ചെയ്വീൻ, ഡു ലൈക്ക് ദിസ്. പിന്നെ രണ്ടാമത് കർത്തൃമേശയെക്കുറിച്ച് ഒരു പുതിയ തിയറിയൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അവിടെ റിസർച്ചേ പാടില്ല, ജസ്റ്റ് ഒബേ. നമ്മെ സംബന്ധിച്ച് അനുസരിക്കാനേ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, നമുക്ക് അനുവാദമുള്ളൂ. അങ്ങനെ കർത്താവ് സ്ഥാപിച്ചതാണ് കർത്തൃമേശ. ദൈവത്തിന് മഹത്വം. ഈ അപ്പവീഞ്ഞുകളെക്കുറിച്ച്, അപ്പത്തെക്കുറിച്ചും പാനപാത്രത്തെക്കുറിച്ചും തരുന്ന മനോഹരമായ ആത്മീക ആലോചന കൊരിന്തി ലേഖനത്തിലുണ്ട്. 1 കൊരിന്തിയർ 10-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ഇതാ നോക്കുക, 16-ാം വാക്യം, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ. നാം ഇപ്പോൾ എല്ലാവരും ചേർന്ന് ഈ പാനപാത്രത്തെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നാം ഒരുമിച്ച് അനുഗ്രഹിക്കുമ്പോൾ അതിൽ നിന്ന് നാം എല്ലാവരും ഉൾക്കൊള്ളുന്ന കാര്യം, എൻ്റെ യേശുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ ബന്ധം ഞാൻ പുതുക്കുന്നു. സ്വതന്ത്രം പറഞ്ഞാട്ടെ. എന്താ കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക ലക്ഷ്യബോധം. ഒരേ ലക്ഷ്യബോധമുള്ളവരായിരിക്കും കൂട്ടായ്മയുള്ളവർ. ഒന്നിച്ച് നീങ്ങുന്ന പ്രകൃതം, വിഘടിക്കുകയല്ല. കർത്തൃമേശയിൽ വന്നിരിക്കുന്നവർ ഓർത്തോണം,
എന്തെങ്കിലും ഹൃദയത്തിൽ അകൽച്ചയുള്ളവർ നികത്താൻ പറ്റിയ സമയമായത്. നികത്തി ഇരിക്കണം. എല്ലാവരും ഹൃദയം പരിശോധിക്കണേ. നമ്മുടെ വീട്ടിലെ, സഭയിലെ, സ്വത്രം എൻ്റെ കൂട്ടു സഹോദരൻ കർത്താവിൻ്റെ രക്തം അവയവമാണ്. കൈയും കാലും തമ്മിൽ ഒരു ഭിന്നതയും ഇല്ലാത്തതുപോലെ, സന്തോഷമുള്ള സ്വത്രം പറഞ്ഞാട്ടെ, എൻ്റെ കൈയും കാലും തമ്മിലടിയില്ല. ഇതുപോലെ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമാകുന്ന എനിക്ക് ആരോടും ഒരു പ്രയാസമില്ല. പരിഭവം കാണും ചിലപ്പം. പരിഭവം എന്തുവാ? കണ്ണിനകത്ത് പൊടി വീണാൽ കൈയാണ് ഒരു കർച്ചീഫ് എടുത്ത്, ഒരു കൈ കർച്ചീഫ് എടുത്തിട്ട് ഈ കണ്ണിൻ്റെ പോളയൊന്ന് പൊക്കും, മറ്റേ കൈ കൊണ്ട് അത് പതിയെ എടുക്കും. കൂട്ടായ്മ കണ്ടോ? ഒരു സ്വതന്ത്രം പറഞ്ഞ് ഒരാളെ ചികിത്സിക്കുക. എന്നാൽ ഒരു കൈ അങ്ങനെ ചെയ്യാതിരുന്നാൽ കൈ എന്ന് ചൂടുള്ള ചട്ടുകത്തെ പിടിക്കാൻ പോകുന്ന കണ്ടപ്പോൾ കണ്ണ് പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. ഇന്നാളിലേ എൻ്റെ കണ്ണിൽ കരട് വന്നപ്പം നീ എടുത്തില്ല, എന്തുമാത്രം വേദനയുണ്ടായി, നിനക്കങ്ങോട്ട് പൊള്ളട്ടെ എന്ന് ഒരു ശരീരവും പറയുന്നില്ല. അതുകൊണ്ടാണ് നാം നിലനിൽക്കുന്നത്. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, അവയവങ്ങൾ തമ്മിൽ ഭിന്നത പാടില്ല, പരാതികളില്ല. അത്ര മനോഹരമായിട്ട് ആ വേദഭാഗം വിശദീകരിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവ്. അവയവങ്ങൾ തമ്മിൽ ഭിന്നത പാടില്ല. സ്തോത്രം. ദൈവമക്കളെ, ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാണ്. ക്രിസ്തുവിൻ്റെ രക്തം, സ്തോത്രം, അതുമായിട്ടുള്ള ബന്ധം പുതുക്കുകയാണ് ഈ പാനപാത്രം നാം പങ്കിടുമ്പോൾ നടക്കുന്നത്. അടുത്തത് എന്താണ്? 17-ാം വാക്യം. അപ്പം, അടുത്തത് നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം ഈ അപ്പം നുറുക്കുമ്പോൾ അവിടെയും എന്താണ്? ശരീരത്തിൻ്റെ കൂട്ടായ്മ. നാം ഒരു ശരീരസ്ഥർ, ഒരു ശരീരത്തിൻ്റെ ഭാഗം എന്നുള്ള ആഴമേറിയ അവബോധം നമ്മിൽ ഉണ്ടാകണം. ആ കൂട്ടായ്മ ബന്ധം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. താഴോട്ട് വീണ്ടും അപ്പത്തെക്കുറിച്ച് മനോഹരമായി പറഞ്ഞിരിക്കുന്നത് 17-ാം വാക്യം. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരം ആകുന്നു. അപ്പം ഒന്നാകൊണ്ടെന്നുള്ളത് സ്തോത്രം എൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് എടുത്ത് നോക്കിയാൽ തന്നെ അപ്പം ഒന്നാകൊണ്ടല്ല, അപ്പം ഒന്നായതുകൊണ്ടല്ല നമ്മൾ പലരായ നാം ഒരു ശരീരമായത്. അപ്പം ഒന്നായിരിക്കുന്നത് പോലെ. ഒരു സ്തോത്രം പറഞ്ഞേ. ഒരപ്പം എങ്ങനെ ഒന്നായിരിക്കുന്നു അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നും അപ്പം തിന്നുന്നവരാ. അപ്പം തരുന്നൊരു സന്ദേശമുണ്ട്. അനേക വയലുകളിൽ വിളഞ്ഞ ഗോതമ്പ് മണികൾ കൊണ്ടുവന്ന് ചേർത്ത് പൊടിച്ച് അവരുടെ രൂപം നഷ്ടപ്പെട്ട്, അവരുടെ നിറം നഷ്ടപ്പെട്ടു. ഒരു സ്തോത്രം പറഞ്ഞ്, അവരുടെ രൂപം നഷ്ടപ്പെട്ടു. നമ്മുടെ പഴയ കാണാത്ത രൂപങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട്, ഇഷ്ടമുണ്ടേലും ഇല്ലേലും നിന്നെ ചക്കിനകത്തൂടെ കയറ്റി പൊടിച്ച് നിന്റെ അകത്ത് പ്രയോജനമുള്ള ഒരു ഭാഗമുള്ളൂ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. വിർച്യൂസ് ദൈവം തന്നിരിക്കുന്നത്. ആകാത്തതെല്ലാം ഉമിയെല്ലാം അങ്ങ് പാറ്റിക്കളി. എന്നിട്ട് കൊള്ളാവുന്ന മാർദ്ദവമായിട്ടുള്ള ആ മാവ് വെളിയിലെടുക്കും. എടുത്ത് കുഴച്ച് ഒരച്ചിനകത്ത് ഇടുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് എ ഷേപ്പ്. ആ ഗോതമ്പ് മണിക്കുള്ള ഷേപ്പ് അല്ല, രൂപമല്ല, ഗോതമ്പ് മണിയുടെ നിറമല്ല. വേറൊരു അച്ചിനകത്ത് ഇട്ടിട്ട് അതിന് രൂപം കൊടുത്തിട്ട് തീക്കകത്തിട്ട് വേവിച്ച് കഴിയുമ്പോൾ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ, ടോട്ടൽ ചേഞ്ച്. ഗോതമ്പിൻ്റെ രുചിയല്ല അപ്പത്തിന്, ഗോതമ്പിൻ്റെ നിറമല്ല അപ്പത്തിന്. നിറവും രുചിയും, സ്തോത്രം പ്രൈസ് ദി ലോർഡ്, രൂപവും എല്ലാം മാറ്റിയെടുത്ത് എന്നെ സമീപിക്കുന്ന വ്യക്തിക്ക് ആരോഗ്യമായി തീരുവാൻ
എന്നെ സമീപിക്കുന്ന വ്യക്തിക്ക് ഊർജം പകർന്നു കൊടുക്കുവാൻ ഞാനിതാ ഒന്നുമില്ലാതായി തീർന്നിരിക്കുന്നു. യേശു ഇതാ ചെയ്തത്. നമുക്കോരോരുത്തർക്കും ആരോഗ്യം തരുവാൻ, ആത്മീയ ആരോഗ്യം തരുവാൻ, ആത്മീയമായി കരുത്തുള്ളവരാക്കുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവറി കുലമരത്തിൽ പൊടിഞ്ഞ്, സ്വതന്ത്രം, ദൈവത്തിന് മഹത്വം, ദൈവത്തിൻ്റെ ക്രോധാഗ്നിയിൽ വെന്തെരിഞ്ഞ് ഒരപ്പമായി തീർന്നു, നമുക്കെല്ലാവർക്കും തന്നു. ആ സന്ദേശം ഈ അപ്പം വിളിച്ചറിയിക്കുന്നു. ദൈവത്തിന് മഹത്വം. അതുപോലെ തന്നെ സ്വതന്ത്രം, ഗ്രേപ്സ് നമുക്കെല്ലാവർക്കും അറിയാം. ആ മുന്തിരിയുടെ മണികൾ പിഴിഞ്ഞ് കളയേണ്ടതെല്ലാം കളഞ്ഞു കഴിയുമ്പോൾ രക്തത്തിൻ്റെ നിറമുള്ളതായിട്ടുള്ള ദ്രാവകം പുറത്തു വരും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നാം ശരീരം ഒന്നാകൊണ്ട് നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നു. ഞാൻ ഇങ്ങോട്ട് സ്ലിപ്പ് ചെയ്തു. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരം, അപ്പം ഒന്നായിരിക്കുന്നത് പോലെ പലരായ നാം ഒരു ശരീരമാകുന്നു. ദൈവത്തിന് മഹത്വം. അപ്പം തരുന്ന ഒരു സന്ദേശം, നാം എല്ലാവരും ഒരു ശരീരം, ഏക ശരീരസ്ഥർ. അടുത്തത് എന്താണ് അതിനകത്ത്? നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നു. അതിനകത്ത് ഒരു കാര്യമുണ്ട്, അങ്ങ് കടന്ന വ്യാഖ്യാനമായി ഒന്നും ചിന്തിക്കരുത്. ചിലർ ഇങ്ങനെ തന്നെ ചിന്തിച്ച് 500 പേര് ഉണ്ടെങ്കിലും വലിയൊരപ്പം, അതിനകത്തൊരു മനോഹാരിതയും പരിഭാവനതയും ഉണ്ടെന്ന് ഞാനും കരുതുന്നു. വലിയൊരപ്പം, അതിനകത്ത് പോഷത്വമൊന്നുമില്ല. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന 1 to 1 അങ്ങ് എടുത്തെന്നുള്ളത്. അതുപോലെ അപ്പം ഒന്നായിരിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ അപ്പം 10 ആയിരിക്കുന്നത് ഇട്ട് കൊടുക്കാൻ നോക്കൂ. പക്ഷേ അതിനങ്ങനെ എടുത്തില്ലെങ്കിലും ഇതിനകത്തെ ഇന്നർ മീനിങ്, ഈ അപ്പം ഒന്നായിരിക്കുന്നത് പോലെ ഇപ്പം ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളെല്ലാവരും ഒന്നാ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഞങ്ങളൊന്നാണ്. ശത്രു ഞങ്ങളോട് എതിർക്കുമ്പോൾ ഞങ്ങളൊന്നാണ്, ഒറ്റക്കെട്ടായി. നമുക്കെല്ലാവർക്കും ഒന്ന് അങ്ങനെയൊന്ന് എല്ലാവർക്കും ഒന്ന് ആയുധം ധരിക്കാം. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, നാം ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്കെതിരെ ഉയരുവാൻ സാധ്യതയുള്ള എല്ലാ ശത്രുവിൻ്റെ ആയുധങ്ങൾക്കും എതിരെ ഞങ്ങൾ ഒന്നായി പോരാടും. കൂടാലാബ ഷാരാദാലാബ PMG പ്രസ്ഥാനം ഒറ്റക്കെട്ടായി ശത്രുവിനെതിരെ പോരാടാൻ പോകുകയാണ്. ഹല്ലേലൂയ, പ്രൈസ്, ഹല്ലേലൂയ. കൂടാലാബ ഷാരാദാലാബ. എല്ലാവരും ബലം ധരിക്കാം, എല്ലാവരും ആത്മസമർപ്പണം ചെയ്യാം. ഞങ്ങൾ ഇനി അങ്ങോട്ട് ഒറ്റക്കെട്ടായി പോരാടും, കർത്താവിന് വേണ്ടി ഹല്ലേലൂയ അടരാടും. കൂടാലാബ ഷാരാദാലാബ. പ്രൈസ്, പ്രൈസ്, പ്രൈസ്. അപ്പം തന്ന സന്ദേശം കേട്ടല്ലോ. കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ, സമ്പൂർണ്ണ രൂപാന്തരം, ഐക്യത, ത്യാഗം. ഗോതമ്പുമണി ഇല്ലാതായി. നമുക്ക് അങ്ങനെയൊന്നും പറ്റുന്നില്ലേലും പാവപ്പെട്ട ദൈവദാസന്മാർ ഈ ആയുസ്, ഞാൻ വെറുതെ അങ്ങ് ചിന്തിച്ചു പോയി, എത്രായിരം കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അത് വലിയ കാര്യമാണോ എന്ന് ചോദിക്കും. വലിയ കാര്യം തന്നെയാ. എത്ര ആയിരം 10,000 കിലോമീറ്ററുകൾ ഉപവാസത്തോടെ, കണ്ണുനീരോടെ ദൈവഭക്തന്മാർ നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ വീട് വിട്ട്, ഇവിടെ ഒരു ആഹ്വാനം കേട്ടു, വീട് വിട്ട്, കൂട് വിട്ടു വാ, നാട് വിട്ടു വാ, സുവിശേഷ വേല ചെയ്യുവാൻ. നമുക്ക് കുഞ്ഞുങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവളും വീട്ടിലുള്ളപ്പോൾ അവരെ ഒറ്റയ്ക്കിട്ടിട്ട് എത്ര ദിവസങ്ങൾ, എത്ര കിലോമീറ്ററുകൾ യാത്ര ചെയ്തു. നാം പ്രാണനെ ത്യജിച്ച ജനം തന്നെയാണ്. സന്തോഷമുള്ള സ്വതന്ത്രം പറഞ്ഞാട്ടെ. നമ്മാൽ ആവോളം നാം പ്രാണത്യാഗം ചെയ്തുകൊണ്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഒന്നും അഭിമാനിക്കാനില്ലെങ്കിൽ ഇത്രയെങ്കിലും ദൈവം നമ്മളെ കൊണ്ടുവന്നു. അപ്പം ഇതിൽ നമുക്ക് ആർജവം സമ്പാദിച്ചുകൊണ്ട് ലെറ്റ് us മൂവ് ഫർദർ. ഒരു സഹോദരനെ താങ്ങി. നമുക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം ആ ദൈവദാസൻ പറഞ്ഞു,
പ്രോത്സാഹനം. നമുക്ക് വലിയ ബിബ്ലിക്കൽ പ്രസ്ഥാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഓരോരുത്തരെയും കൈപിടിച്ച് കൊണ്ടുവന്നാണ് ഇതിനെ ഇവിടെ എത്തിച്ചത്. എല്ലാവരും ആ കാര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ പ്രസ്ഥാനത്തെ ഓർത്ത് ഓരോരുത്തരെയും കൈപിടിച്ച് കൊണ്ടുവന്നു. ഓരോരുത്തർ, ഒരാളല്ല, എല്ലാവരെയും കൊണ്ടുവന്നത്. കൈ കിട്ടുന്നവനെയല്ല നീയും വാ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് ആഹ്വാനം ചെയ്ത് കൊണ്ടുവന്നു. അപ്പം വിളിച്ചറിയിക്കുന്ന സന്ദേശം കണ്ടു. പാനപാത്രം വിളിച്ചറിയിക്കുന്ന സന്ദേശം കണ്ടു. ദൈവത്തിന് മഹത്വം. നമ്മുടെ പാപത്തിന്, നമ്മുടെ രോഗത്തിന് സൗഖ്യം വരുത്തുവാൻ, നമ്മുടെ പാപത്തിൻ്റെ ശമനം വരുത്തുവാൻ, ദൈവത്തിന് മഹത്വം, ശാപത്തിൽ നിന്ന് മോചനമുണ്ടാകുവാൻ യേശു ക്രിസ്തു തൻ്റെ ശരീരം നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. അതുപോലെ തന്നെ നമ്മുടെ ശുദ്ധീകരണത്തിനും വീണ്ടെടുപ്പുമായി യേശു ക്രിസ്തുവിൻ്റെ പാവനമായ രക്തം നമുക്ക് വേണ്ടി ചിന്തി. ഈ മനോഹരമായ 2 വസ്തുക്കൾക്കായി സ്തോത്രം ചെയ്യാം. നാം നന്ദിയോടെ ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ വേഗത്തിൽ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ദൈവത്തിന് മഹത്വം. സംബന്ധിച്ചുള്ള ഘനമായ ഉപദേശം നമുക്കതിലുള്ള 10-ാം അധ്യായം നാം കണ്ടല്ലോ. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം സ്ഥിരം വായിക്കുന്നത്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, സ്തോത്രം, ഇത് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട ശരീരത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണിത്. അടുത്തത്, നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തത്തിൻ്റെ ഓർമ്മ. ശരീരവും രക്തവും നാം കണ്ടു കഴിഞ്ഞു. ശരീരം എന്ത് ചെയ്തു, ശരീരത്തിൽ കൊണ്ട് എന്ത് ചെയ്തു, രക്തം കൊണ്ട് എന്ത് നമുക്ക് സമ്പാദിച്ചു, ഇത് കണ്ടു കഴിഞ്ഞു. ഇതിപ്പം നമ്മൾ ദൈവദാസന്മാർ ഇത് തരുമ്പോൾ ഭയഭക്തിയോടെ ഇതിൽ നിന്ന് നാം ഓരോരുത്തരായി നുറുക്കി ഭക്ഷിക്കുമ്പോൾ, എൻ്റെ കർത്താവിൻ്റെ ശരീരം ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ നുറുക്കപ്പെട്ടു എന്ന ഘനമായ ഓർമ്മയോടെ വേണം, ആ നന്ദിയോടെ വേണം നുറുക്കാൻ. ഡോണ്ട് ഡു ഇറ്റ് കാഷ്വൽ. ഇത് വെറുതെ ഇങ്ങനെ പറിച്ച് അങ്ങ് തിന്നരുത്. അത് എത്ര കൂടുതൽ തിന്നോ കുറച്ചു തിന്നോ ഇതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല ദൈവമക്കളെ. സ്തോത്രം. അങ്ങനെ അനുഭവിക്കേണ്ട ഒരു കാര്യമേ അല്ല. ഷെയർ ചെയ്യുക എല്ലാവരും, അത്രയേ ഉള്ളൂ. അത് അവരവരുടെ മനോഗുണം അനുസരിച്ച് അവരവർ ചെയ്തുകൊണ്ടാൽ മതി, മനോബോധമനുസരിച്ച്. ദൈവത്തിന് മഹത്വം. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ ഈ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞത് നുറുക്കപ്പെട്ട ശരീരത്തെ ഓർക്കാനാണ് ഇത് തരുന്നത്. അപ്പോൾ നുറുക്കി ഭക്ഷിക്കുമ്പോൾ ഈ ചിന്ത, പിന്നെ ചിന്തപ്പെട്ട രക്തത്തിൻ്റെ ഓർമ്മ. നമ്മൾ കാൽവറി ചൂട്ടിൽ പോയില്ലല്ലോ നമുക്ക്. പക്ഷേ ദൈവം തന്നിരിക്കുന്ന ആ ഹൃദയത്തിൻ്റെ, സ്തോത്രം, പ്രൈസലോട് കഴിവ് വെച്ച് യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ കടന്നതെന്ന് ഓർക്കണം. ശിരസ് മുതൽ ഉള്ളംകാൽ വരെ യേശു നമുക്ക് വേണ്ടി, സ്തോത്രം, അവൻ രക്തനിറമായി, രക്താംബരധാരിയായി, സ്തോത്രം, എല്ലാ പഞ്ചമുറിവുകളിൽ നിന്ന് രക്തം ഊറ്റി ഊറ്റി തന്നു. തീർന്നില്ല. അവസാനം പടയാളി ഒരു കുത്തൂടെ കുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളവും രക്തവും ചാടിപ്പെട്ടു. വെള്ളം പറഞ്ഞൊരു സന്ദേശമുണ്ട്, ദർ ഈസ് നോ മോർ ബ്ലഡ് ഇൻ ദിസ് ബോഡി. ഈ ശരീരത്തിൽ ഒരു തുള്ളി രക്തം വരെ പോലും ശേഷിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു തൻ്റെ ചങ്കിലെ അവസാന തുള്ളി വരെ നമുക്ക് ഊറ്റി തന്നു. ആ രക്തത്തിൻ്റെ ഓർമ്മ, ആ ശരീരത്തിൻ്റെ ഓർമ്മ, അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഈ ശുശ്രൂഷയുടെ പ്രാധാന്യം. ഇത്രയും ചെയ്യുമ്പോൾ ഞാൻ ആദ്യം മുഖവരയായി പറഞ്ഞതാണ്, നമ്മൾ ശോധന ചെയ്യണം. ആർ വി താങ്ക്ഫുൾ ടു അവർ മാസ്റ്റർ? രക്തം ചിന്തി ശരീരം തകർത്ത് തന്ന യേശു എന്തിനായി അത് ചെയ്തോ? ആ ഉത്തരവാദിത്വം എനിക്കുണ്ടോ എന്ന് അവരോർ ശോധന ചെയ്യണം. ഇറ്റ് ഈസ് ടൈം. അങ്ങനെ ശോധന ചെയ്യുന്നവർ, കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന ലെവലിൽ ഞാൻ എത്തിയിട്ടില്ല എന്ന് അവരവർ വിധിച്ചോണം. ഞാൻ എന്നെക്കുറിച്ച് വിധിക്കുന്ന വിധിയേക്കാൾ മെച്ചമായ ഒരു വിധി വേറെ ഇല്ല. മറ്റുള്ളവർ, മനുഷ്യർ, ദൈവം വിധിക്കും. അതുകൊണ്ട് ഇതിലേക്ക് പങ്കുകൊള്ളുമ്പോൾ നാം സ്വയം എന്ത് ചെയ്യണം? നമ്മെ തന്നെ ശോധന ചെയ്യണം. നാം സ്വയം വിധിക്കണം. ദൈവത്തിന് മഹത്വം. ഈ വിധിക്കുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ശരീരത്തെ വിവേചിക്കണം. ശരീരവും ദൈവത്തിൻ്റെ ദാസൻ്റെ വ്യക്തമായി പറഞ്ഞു. അവിടെ നമ്മുടെ ശരീരത്തെ വിധിക്കുന്ന
കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു. നമ്മൾ സ്വയശോധന ചെയ്യുമ്പം നമ്മുടെ ശരീരത്തെക്കുറിച്ചാണല്ലോ നമ്മൾ വിധിക്കുന്നത്, ശോധന ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരും തന്നെത്താൻ ശരീരത്തെ വിവേചിക്കണം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു 3 ശരീരങ്ങളോട് നിങ്ങൾ നോട്ട് ചെയ്തതുപോലെ ഞാൻ നോട്ട് ചെയ്തത് നിങ്ങളുടെ ഓർമ്മയ്ക്കായി പറയാം. റോമർ 8:3 കർത്താവിൻ്റെ പേഴ്സണൽ ബോഡി, ആളത്വ ശരീരം. അടുത്തത് എഫേസ്യർ 1:23 ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്, മാർമിക ശരീരം, ദൈവസഭയ. അത് ഇരിക്കുന്നതെല്ലാം നമ്മളാണ്. സ്തോത്രം പറഞ്ഞ് നമ്മളാ മാർമിക ശരീരം. പിന്നെ അടുത്തത് മത്തായി 26:26 സിംബോളിക് ബോഡി, അത് ഈ കർത്തൃമേശയാണ്. ഇതിനെ നാം എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? വിവേചിക്കണം. വിവേചിക്കാഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യും. നമ്മുടെ ശിക്ഷാവിധി ഒഴിവാക്കുവാൻ, സ്തോത്രം പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പണിഷ്മെൻ്റ് ഇല്ലാതാക്കുവാൻ വേണ്ടി യേശു ഇതെല്ലാം സഹിച്ചത് വൃഥാവായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കർത്താവ് എന്തിനു വേണ്ടി ഇത് ചെയ്തോ ആ അളവിൽ, ആ സ്റ്റാൻഡേർഡിൽ നമ്മുടെ ഈ കുഞ്ഞു ജീവിതം സൂക്ഷിച്ചാൽ കർത്താവിനെ ബഹുമാനിക്കുക. സ്തോത്രം പറഞ്ഞാട്ടെ, ഇവിടെ കർത്താവ് ചെയ്ത പ്രവൃത്തിയെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധാപൂർവം പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞതായിട്ടുള്ള ആ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വേദഭാഗം ദൈവത്തിൻ്റെ ദാസൻ 1 Corinthians chapter 11 verse 23-31, 1 Corinthians 11:23 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ദൈവഭക്തൻ ഞാൻ തരാം. 1 കൊരിന്ത്യർ 11:23 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുവോളം എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ രക്തവും ശരീരവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ആമേൻ. വേദഭാഗം കേട്ടല്ലോ. നമ്മൾ റെഗുലർ ധ്യാനിക്കുന്ന വേദഭാഗമാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ പറഞ്ഞു തരികയും ചെയ്തു. ഇനി നമ്മൾ ഈ കർത്തൃമേശയിൽ പങ്കാളികളാകാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരുക്കം, വചനം പറഞ്ഞതുപോലെ നാം എല്ലാവരും നമ്മെ സ്വയശോധന ചെയ്യണം. സ്വയശോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് മഹത്വം. ഇനി ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നു, ഉത്തരവാദിത്വം ഉള്ള ഒരു ശുശ്രൂഷയാണ്. കാഷ്വലായിട്ട് ആർക്കും ഇതിനകത്ത് ഇടപെടാൻ ഇവിടെ ഒന്നും പ്രസക്തമല്ലെങ്കിൽ, ഞാൻ ഗൾഫിൽ പോയപ്പോൾ ഒരു കാര്യം കണ്ടു. എനിക്ക് തോന്നുന്നു ഗ്രീക്കുകാരെന്നുണ്ട്, ഗ്രീസിൻ്റെ ഒരു ചർച്ച, ഒരു സഭയാണ്. പുരോഹിതൻ കുപ്പായമൊക്കെ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം കർത്തൃമേശ കൊടുക്കുമ്പം 2 പിള്ളേർ പുറകെ ഉണ്ട്. ഇങ്ങനെ ഇച്ചിരി കൊടുക്കാൻ വേണ്ടിയാ പുള്ളിക്കാരൻ. അച്ഛൻ പറയാം, മാറടാ പിന്നെ തരാം, അടുത്ത് കൊടുത്തോണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് കിട്ടുമെന്ന് അറിയാം. അപ്പൊ ആദ്യമേ ചാൻസിന് വേണ്ടി പിള്ളേർ നടക്കുക. ഞാൻ ഓർത്ത്, എൻ്റെ കർത്താവേ, ഈ ശുശ്രൂഷയിൽ ഇതിൽ പരം അവഹേളനം വേണോ? അച്ഛൻ കൊടുത്തോണ്ടിരിക്കുക, കൊച്ചൻ പുറകെ നടക്കുക. സ്വല്പം എനിക്കൂടെ പറയും, നിനക്ക് പിന്നെ തരാം. അപ്പോൾ ലോകമെമ്പാടും വികലമായി നടക്കുന്നതിൻ്റെ പതിപ്പുകൾ ഇങ്ങോട്ടിപ്പം പതിച്ചു വരുന്നുള്ളതേ ഉള്ളൂ. ഇപ്പം കാണുന്ന ദുരുപദേശമൊന്നും പുതിയതല്ല. അവിടുന്ന് നിന്നൊക്കെ പോയി അടത്തിയെടുത്തിക്കൊണ്ട് വരുന്നതാ. ദൈവത്തിന് മഹത്വം. നമുക്ക് ദൈവത്തെ ഭയപ്പെടാം. നമ്മെ സംബന്ധിച്ച് ഈ വചനം ഓൾട്ടർ ചെയ്യാൻ അനുവാദം ഒരുത്തനും ഇല്ല. പാവപ്പെട്ട എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്തയാണ്, 2 + 2 = 4. അതാണ് ഗണിതശാസ്ത്രം പറയുന്നത്. എത്ര മഹാനായാലും 2 + 2 = 3.99 ആക്കാനൊക്കത്തില്ല. യു ആർ നോട്ട് അലൗഡ് ടു ഡു ദാറ്റ്. ലോകം കണ്ട അങ്ങനെ ആയാലേ തകിടം മറിയും ലോകം. 0.0
വളരെ മൈന്യൂട്ടഡ് ഫാക്ടർ മാറ്റിയാൽ മതി, ലോകത്തിന് നിലനിൽപ്പ് സാധ്യമാകും. മനുഷ്യർ സ്ഥാപിച്ച സ്വതന്ത്രം ശാസ്ത്രം ഇത്ര കർക്കശമെങ്കിൽ ഈ വിലയേറിയ വചനം നോ. ആരെനിക്കെതിരെ പറഞ്ഞാലും ഞാൻ എൻ്റെ അഹങ്കാരമല്ലേ, ഞാൻ ഓർക്കും ഇതിൻ്റെ മുമ്പിൽ ഞാനാണ് ഏറ്റവും മോശക്കാരൻ. ബട്ട് വചനത്തോട് കളിക്കരുതെന്ന് എനിക്കൊരു ഉത്ബോധം ദൈവം തന്നിട്ടുണ്ട്. മുഖം നോക്കിയോ ആള് കൂട്ടാനോ വചനം മാറ്റരുത്. ക്യാപിറ്റൽ പണിഷ്മെന്റ് മാറ്റുന്നവന് കിട്ടും. ജനത്തെ തെറ്റിക്കാൻ പാടില്ല. നമുക്ക് ലഭിച്ചതും ദൈവഭക്തന്മാർ ആത്മനിറവുള്ളവർ ഇരുന്ന് അതിൻ്റെ വെളിച്ചത്തിൽ ആലോചിച്ചുറച്ചതുമായ ഇത്. കടുംപിടുത്തമൊന്നുമില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, കടുംപിടുത്തമൊന്നുമില്ല. നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തു, അതിന് നിൽക്കണം. വചനത്തിലുള്ളത് വചനത്തിൻ്റെ ആധാരമാക്കിയാണല്ലോ നാം ഇതെല്ലാം ചെയ്യുന്നത്. ദൈവത്തിന് മാത്രം. അതുകൊണ്ട് ഈ മേശയിൽ പങ്കുകൊള്ളാൻ ഞാൻ ആദ്യം പറഞ്ഞു, സ്നാനപ്പെട്ട യേശുവിനോട് ചേർന്നവർക്കാണ് യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ സ്മരിക്കുവാനുള്ള പദവി. വളരെ ക്ലിയർ ആ ഡെഫിനിഷൻ. അപ്പോൾ മാനസാന്തരപ്പെട്ടവർക്കേ സ്നാനപ്പെടാനൊക്കത്തുള്ളല്ലോ. മാനസാന്തരപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ജഡമനുഷ്യനെ മരിപ്പിക്കുകയാണ് നമ്മൾ. ലോകപരമായിട്ടുള്ള ദൈവഹിതത്തിന് വിശുദ്ധിക്ക് നിരക്കാത്ത ബന്ധങ്ങളുമായിട്ട് നമ്മൾ അകലുക. അതാണ് വേർപാട്, സെപ്പറേറ്റ്. ഇതിന് വേറെ ആരും വന്ന് നമുക്ക് ഉപദേശവും തരണ്ട. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ബീഡി വലിക്കാമോ, ഇതൊന്നും ചോദ്യം വരുന്നില്ല. സിനിമ കാണാമോ? നോ. ഒരുവൻ കർത്താവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ തന്നെ അവൻ്റെ ഉള്ളിൽ പ്രമാണം പരിശുദ്ധാത്മാവ് അങ്ങ് തറപ്പിച്ച് കൊടുക്കുക. അശുദ്ധി തിരിച്ചറിയാൻ അവൻ്റെ ഹൃദയത്തിൽ എന്തുണ്ട്? സ്വർഗത്തിലെ ദൈവം കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ മാനസാന്തരപ്പെട്ടവരായിരിക്കണം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റവരായിരിക്കണം, വിശുദ്ധിയും വേർപാടും അനുഷ്ഠിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് മഹത്വം. ഏതായാലും നമ്മൾ സഭയായിട്ട് അതാ പറഞ്ഞത്, ഒരുമിച്ച് തീരുമാനിച്ചിട്ടുണ്ട് ആഭരണം വർജിച്ചിരിക്കണമെന്ന്. ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാ ഇത്രയും വലിയ ആഭരണ ഭ്രമം? വാട്ട് വിൽ യു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്? ആഭരണം നീക്കിയില്ലെന്നാ, ഞാൻ ആഭരണം ധരിച്ചില്ലെന്ന, അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ ഭ്രമങ്ങളൊക്കെ നമ്മുടെ ജഡമനുഷ്യൻ്റെ താല്പര്യങ്ങളാണ്. അത് ദൈവഹിതത്തിന് വചനത്തിന് എഴുതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന സ്തോത്രം വിശ്വാസം നാം ആഭരണം നീക്കിയവരായിരിക്കണം. ദൈവത്തിന് മഹത്വം. പിന്നെ ജീവിത വിശുദ്ധി, ഉപദേശ വിശുദ്ധി എല്ലാവരും ദൈവം തന്ന അളവിൽ കാത്ത് സൂക്ഷിക്കണം, വേർപാട് അനുഷ്ഠിക്കണം. അശുദ്ധ ഉപദേശങ്ങൾ, അശുദ്ധ വസ്തുക്കൾ, ആകാത്ത മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ നിർബന്ധമായി നാം ഉപേക്ഷിക്കണം. അങ്ങനെ വേർപാട് അനുഷ്ഠിക്കണം കർക്കശമായിട്ട്. അങ്ങനെ വേർപാട് അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ഇതിൽ പങ്കുകൊള്ളുവാൻ അവകാശമുണ്ട്. സന്തോഷമുള്ള സ്തോത്രം പറഞ്ഞാട്ടെ. ഇപ്പം അവരവരതങ്ങ് തീരുമാനിച്ചാൽ മതി. നിങ്ങൾക്ക് വിശുദ്ധിയുണ്ടോ എന്നൊക്കെ വന്നിട്ട് ശോധന ചെയ്യേണ്ട ജോലി എനിക്കല്ല. അപ്പോഴേ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. എല്ലാവരും ദയവായി ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഈ സ്നാനപ്പെടാത്ത കുഞ്ഞുമക്കൾ ആ സൈഡിലോട്ടൊന്ന് അമ്മച്ചിമാർക്ക് അമ്മമാർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പം കുഞ്ഞുങ്ങളെല്ലാം ഇതിനകത്ത് ഇടയ്ക്ക് മാറിക്കൊടുത്താൽ കർത്താവിൻ്റെ ദാസന്മാർ നിങ്ങൾക്ക് മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ, മകനെ മരിപ്പതിനായി മകനെ മകിടുവാൻ പിതാവിനു ഹിതമായി സ്വർഗസ്ഥലങ്ങളിലുള്ള അനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി സകലവും നൽകിടുവാൻ സകലവും നൽകിടുവാൻ സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി
ലോകപിതാവുതാൻ മകനെ മാറിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ദയവായി സ്വസ്ഥാനങ്ങളിൽ മുഴങ്കാൽമേൽ ഇരിക്കാവുന്നവരെല്ലാം മുഴങ്കാൽമേൽ ഇരിക്കാം. അല്ലാത്തവർ അവരവരുടെ സൗകര്യം പോലെ ഇരുന്നാട്ടെ. നമുക്ക് ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ഒരു പ്രവചന ഭാഗവും അത് നിവർത്തിയായ പുതിയ നിയമത്തിലെ ഒരു ഭാഗവും ദൈവഭക്തന്മാർ ഇപ്പോൾ വായിച്ചു കേൾക്കും. പ്രവചന ഭാഗം യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ആദ്യമായി വായിക്കുക. എല്ലാവരും ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ കുറിച്ചുള്ളതായ പ്രവചനമാണ്. ശ്രദ്ധിക്കുക. വായിച്ചാട്ടെ. അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ സൃഷ്ടിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. അടുത്തത്, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെ താഴ്ത്തി വായ് തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരുന്നു. ആടിനെ പോലെയും അവൻ വായ് തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തുനിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചന ഒന്നുമില്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോട് കൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവനെ കട്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്തു. ഇനി മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 27-38 വാക്യങ്ങൾ. ഈ പറഞ്ഞ പ്രവചനം അതുപോലെ നിവൃത്തിയായിരിക്കുന്നത് കാണാം. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചതാണ്. സ്വതന്ത്രം പ്രൈസലോ സഹിക്കാൻ പോകുന്ന കഷ്ടങ്ങളെ അതിൻ്റെ ഉദ്ദേശമാണ് നാം കണ്ടത്. ഇവിടെ സഹിച്ചതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. 27 മുതൽ വാക്യം 27 മുതലുള്ള വാക്യം വായിച്ചാട്ടെ. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി അവൻ്റെ വസ്ത്രമടിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞവൻ്റെ തലയിൽ വെച്ചു. വലങ്കയിൽ ഒരു കോലും കൊടുത്തു അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അവർ പോകുമ്പോൾ ശീമോൻ എന്ന് പേരുള്ള കുറേനക്കാരനെ കണ്ടു. അവൻ്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. തലയോടിടമെന്നർത്ഥമുള്ള ഗോൽഗോത്ത എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവനെ കയ്പ് കലർത്തിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. അത് രുചിച്ചു നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല. അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ടു. അവൻ്റെ വസ്ത്രം പകുത്തെടുത്ത് അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തു. യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് കുറ്റസംഗതി എഴുതി അവൻ്റെ തലയ്ക്ക് മീതെ വെച്ച് വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെ അവനോടുകൂടെ ക്രൂശിച്ചു.
ആമേൻ. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ഗരസമന മുതൽ ഗോൽഗോത്ത വരെ തൃത്വത്തിൽ രണ്ടാമൻ ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി വിശുദ്ധ കന്യാമറിയാമിൽ വെളിപ്പെട്ടു. വന്നത് പ്രത്യേക ഉദ്ദേശത്തോടെ. നമ്മുടെ പാപം, നമ്മുടെ രോഗം തൻ്റെ ശരീരത്തിൽ വഹിച്ച് തൻ്റെ മരണത്താൽ അതിന് പരിഹാരം ഉണ്ടാകണം. അതിനുവേണ്ടി തന്നെ വന്ന കർത്താവ് ഗെത്സമനിയിൽ മാനവജാതിക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുമ്പോൾ മനുഷ്യന്റെ മരണഭീതി കർത്താവ് ഉൾക്കൊള്ളുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മരണഭീതി യേശു ഉൾക്കൊണ്ടപ്പോൾ യേശുവിൻ്റെ രക്തധമനികൾ ത്രസിച്ച് രക്തം വിയർപ്പ് തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ മരണത്തിൽ നിന്ന്, മരണഭീതിയിൽ വിമോചിപ്പാൻ യേശു ക്രിസ്തു മരണം വരിച്ചു, വേദന സഹിച്ചു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് കേട്ടില്ലേ? പ്രവചിച്ചത് കേട്ടില്ലേ? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. പ്രിയമുള്ളവരെ, ഇന്നും നാം അവൻ്റെ മുഖത്തേക്ക് നോക്കി വിശ്വാസത്താൽ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ തന്നെ സൗഖ്യം കിട്ടുന്നില്ലേ? ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഓ, നാം എല്ലാവരും എത്ര രോഗങ്ങൾക്കാണ് സൗഖ്യം. യേശു നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. സ്തോത്രം പ്രൈസലോ. ഗെത്സമന മുതൽ അവൻ നിലത്ത് വീണ് സ്തോത്രം പ്രൈസലോ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചു. തുടർന്ന് 5 അരമനകളിലായി അവരവനെ പിടിച്ച് കെട്ടി. 4 അരമനകളിലായി 5 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ടു. ഹന്നാവ്, കയ്യാഫാവ്, ഹെരോദാവ്, പീലാത്തോസ് എന്നീ 4 ഉന്നതന്മാർ, ആത്മീക ഭരണ മണ്ഡലങ്ങളിലുള്ള ഉന്നതന്മാരുടെ വീടുകൾ, അരമനകൾ, അതിൻ്റെ കൊത്തളങ്ങളിൽ യേശു ക്രിസ്തുവിനെ വിസ്തരിച്ചപ്പോഴെല്ലാം അവൻ പരിഹസിക്കപ്പെട്ടു, അടിയേറ്റു, ഇടിയേറ്റു. ക്രൂരന്മാരായ പടയാളികൾ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഒരു കുറ്റവാളിയോട് ചെയ്യുന്നത് പോലെ തന്നെ എല്ലാം ചെയ്തു. ദൈവത്തിന് മഹത്വം. അന്നത്തെ ഏറ്റവും അതിനീചമായ ആയുധമായിരുന്നു ചമ്മട്ടി. വലിയ തോൽവാറിൻ്റെ അറ്റത്ത് എല്ല് കഷണങ്ങൾ, ലോഹക്കഷണങ്ങൾ, ചൂണ്ടൽ ഒക്കെ കെട്ടിയുള്ള ആയുധം ഒരു മൃഗം നിൽക്കുന്നത് പോലെ കുനിച്ചു നിർത്തും. ചെമ്പ് കമ്പി കൊണ്ടുള്ള ഒരു വലയത്തിലേക്ക് തല കയറ്റിയിട്ട് 2 കൈയും മുഴുക്ക പിടിച്ചോളാൻ പറയും സൈഡിൽ. അങ്ങനെ കമർന്ന് നിൽക്കുമ്പോൾ ഒരു പടയാളി സൈഡിലേക്ക് മാറി നിന്ന് ഈ തോല് കൊണ്ടുള്ള ആയുധം കൊണ്ട് അടിക്കും. അത് വയറ്റിലിങ്ങനെ ചുറ്റി പുറത്ത് വന്ന് കടിച്ചു പിടിക്കും. അത് വലിച്ചെടുക്കുമ്പോൾ വലിയൊരു മാംസക്കിരണമായി വരും. അങ്ങനെ 39 അടി അവരടിച്ചു. ചാട്ടവാറ് കൊണ്ടടിച്ചു, കോൽ കൊണ്ടടിച്ചു, തലമേൽ മുൾക്കിരീടം വെച്ചു. സ്തോത്രം. പരിഹസിച്ചു, അടിച്ചു. സ്തോത്രം പ്രൈസലോ. ഒരു ശരീരത്തിന് വഹിക്കാവുന്നതിലപ്പുറം അവർ യേശുവിനോട് ചെയ്തു. അവസാനം തൻ്റെ തോളിൽ ഇപ്പോൾ തന്നെ എല്ലാ ബലവും നഷ്ടപ്പെട്ട നമ്മുടെ കർത്താവിൻ്റെ തോളിൽ ഒരു പച്ചപ്പൈൻ മര കുരിശ്. അത് വഹിക്കാൻ വയ്യ. വഹിക്കാൻ വയ്യായെങ്കിലും പാപിയും ദോഷിയുമായ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി യേശുക്രിസ്തു തൻ്റെ ചുമലിൽ ഈ ക്രൂശ് വഹിച്ചു. വെച്ച് പോകുമ്പോൾ ആ മലയിലേക്ക് കയറുമ്പോൾ താൻ വീഴുന്നുണ്ട്. വീഴുമ്പോഴെല്ലാം അടികൊള്ളുന്നുണ്ട്. വീഴുമ്പോൾ താങ്ങുകയല്ല, വീഴുമ്പോൾ അടിക്കുകയാണ്. എടുക്ക
സന്തോഷത്തോടെ, പരിഭവമില്ലാതെ, പിറുവിറുപ്പ് കൂടാതെ യേശു ആ കുരിശു വസിച്ചു പോകുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ആ ഒരു വലിയ പിക്ചർ ഇപ്പോൾ വരണം. അവസാനം യേശുവിനെ ആ കുരിശിൽ മലർത്തിക്കിടത്തി കൈകളിൽ ആടിയടിച്ചു. നമ്മുടെ കയ്യിലൊരു സൂചി കൊണ്ടാൽ എത്ര വേദനയുണ്ട്. ഇനി കൈത്തലത്തിലൂടെ ഒരു ആണി അടിച്ച് അപ്പുറം ഇറങ്ങി മരത്തിൽ തറയ്ക്കത്തക്കവണ്ണം വലിപ്പമുള്ള ആണി വലത്തെ കയ്യിൽ അടിച്ചു. അതിലേക്ക് കിടത്തിയിട്ടൊരു പടയാളി, ഞാൻ ചിന്തിക്കുന്നത് കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് കാണും ഒരു പടയാളി, എന്നിട്ടാണ് മറ്റേത് അടിക്കുന്നത്. മറുകൈയിലും അടിച്ചു. ഒരു കാലിന് മീതെ വെച്ചുകൊണ്ടും മൂന്നാമത്തെ ആണി കയ്യിലടിച്ചതിലും വലിയ ആണി അടിച്ചറി. ഒരു മീൻ പിടയുന്നത് പോലെ പിടിയുന്ന ശരീരത്തിൽ അവർ ഉയർത്തി പാറമേൽ വെട്ടിയിരുന്ന ആ കുഴിയിലേക്ക് ശരീരത്തോടുകൂടെ ആ ക്രൂശ് ആഞ്ഞിടുമ്പോൾ അതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. പരമാവധി വേദന ആ ശരീരത്തിനുണ്ടാകണം. ശാന്തമായി ഇടുകയല്ല, ആടി അടിച്ചണം, വേദന കൊണ്ട് പൊളിയണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും നന്ദിയുണ്ടോ? യേശുവേ, എനിക്ക് വേണ്ടി നീ വേദന രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പാതാളത്തിനാടായി നിത്യ നരകത്തിൽ പോകേണ്ട എന്നെ നിത്യജീവൻ തന്ന് നിത്യരാജ്യത്തിൽ ചേർക്കുവാൻ അവിടുന്ന് എനിക്ക് വേണ്ടി സഹിച്ച കഷ്ടതകൾ എത്ര വലിയതാണ്. ഇതിലൂടെ ലഭിക്കുന്ന നേട്ടം വലുതാണ്. അതുകൊണ്ട് അവിടുന്ന് ഇതെല്ലാം സഹിച്ചു. യേശു ക്രിസ്തു പഞ്ചമറിവുകളുള്ളവനായി, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, തന്നെ ക്രൂശിച്ചവർക്ക് ക്ഷമയാചിച്ചുകൊണ്ട് യേശു ക്രിസ്തു തൻ്റെ പ്രാണനെ വിട്ടു. ദൈവത്തിന് മഹത്വം. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ കെട്ടാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കാം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വിലപ്പെട്ട ഭക്തന്മാർ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഇപ്പോൾ ഈ അപ്പത്തിനായി പ്രാർത്ഥിക്കും. പൊടിഞ്ഞ നേതിയമാവായി കാൽവതി കൊലമതത്തിൽ പിതാവായ ദൈവത്തിന്റെ ഉഗ്രോപാഗ്നിയിൽ വെന്തുഭാഗമായി ജീവന്റെ അപ്പമായി പരിണമിച്ച ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് അരുളിച്ച കർത്താവേ, ആടിപ്പടുത്തേറ്റ കഥ നീട്ടി ഈ അപ്പത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തരണമേ. ഇത് ഭക്ഷിച്ച് ജീവനും ചൈതന്യമാകുവാൻ ഞങ്ങൾക്ക് ഏവയ്ക്കും ഇടയാക്കി തീർക്കുവാൻ ഞങ്ങൾ തിരുമനിയോട് പ്രാർത്ഥിക്കുന്നു. നാഥന്റെ കഥകളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ജീവനെ നീ കൈവെടിഞ്ഞോ ദേവേശ യേശുപരാ, ജീവനെ നീ കൈവെടിഞ്ഞോ ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു, നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. യദസമന ഭുവനത്തിൽ അധിക ഭാരം, ഭുവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാ ആദിവ്യതയിൽ ആയിട്ടും താതനിഷ്ടം നടപ്പാനി അനുസരിച്ചു, താതനിഷ്ടം നടപ്പാനി അനുസരിച്ചു. ദേവേശ യേശുപരാ, ജീവനെ നീ കൈവെടിഞ്ഞോ ജീവനറ്റ
മരിച്ചു നിത്യജീവൻ കൊടുക്കാനായി നീ മരിച്ചു അന്നാസിൽപ്പെട്ടു അന്നാസിൽ അരമനയിൽ മന്നവാ അപ്പത്തെ വാഴ്ത്തി തരുന്ന കർത്താവിൻ്റെ അദൃശ്യകരത്താൽ ഈ പാനപാത്രത്തെയും വാഴ്ത്തി തരുവാൻ നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കാം. ഒരുമനപ്പെട്ട് ഇതിനെ സ്തോത്രം ചെയ്ത് അനുഗ്രഹിക്കാം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം യേശുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാണ്. ഇപ്പോൾ ഈ പാനപാത്രത്തിന് വേണ്ടി നമുക്ക് എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഇടപെട്ട ദാസൻ പാസ്റ്റർ ജോൺ ജോർജ് ഈ പാനപാത്രത്തിന് വേണ്ടി സ്വർഗീയ പിതാവേ, സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ദാനമായി നൽകിയല്ലോ. ഞങ്ങൾ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് ഞങ്ങളുടെ അകൃത്യങ്ങളെ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിന്മേൽ കയറിയ സ്നേഹത്തിനായി സ്തോത്രം. അവസാനത്തുള്ളി രക്തം വരെയും ഞങ്ങളുടെ അകൃത്യങ്ങൾ മോചനത്തിന് വേണ്ടി ചിന്തപ്പെടുവാൻ സ്വർഗീയ പിതാവേ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തന്ന ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അടിപ്പണികൾ ഞങ്ങളുടെ സൗഖ്യത്തിനാകിയാൽ ഇന്ന് പൽക്കാലം കർത്താവിയുടെ രക്തത്തിൻ്റെ കൂട്ടായ്മ ഞങ്ങൾ അനുഭവിക്കുമ്പോൾ ഓ സ്വർഗത്തിന്റെ അനുഗ്രഹം ഞങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയാക്കി തീർക്കണമേ കർത്താവ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് ഈ പാനപാത്രത്തെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരുമാറാകണമേ. ഓ ഹല്ലേലൂയ. കർത്താവെ പാനം ചെയ്യുമ്പോൾ ഞാൻ ആത്മീയജീവൻ അമ്മയെ ശക്തിപ്പെടുവാൻ, ഞങ്ങൾ ആത്മീയാവിൽ ബലപ്പെടുവാൻ, ശാരീരികമായി അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണമേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ പാനപാത്രത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അദൃശ്യകരത്താൽ അനുഗ്രഹിച്ച ഈ പാനപാത്രം സഭ വിശ്വാസത്തോടെ മടക്കിയെടുക്കുന്നു. നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. ക്രൂശന്മേൽ ക്രൂശന്മേൽ കാണുന്ന ദാരിദാ ക്രൂശന്മേൽ ക്രൂശന്മേൽ കാണുന്ന ദാരിദാ പാപത്തെ
ഒരുക്കത്തോടെ വന്ന ആർക്കെങ്കിലും ഈ പാനപാത്രത്തിൽ പങ്കാളിത്തം ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ആ സ്ഥലത്ത് കരം ഉയർത്തിയാൽ ദൈവദാസന്മാർ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കും. എല്ലാവർക്കും പഥ്യമായി ലഭിച്ച ഓർത്തലൊരു സ്വതന്ത്രം പറഞ്ഞാണ്ട് സഭ പ്രതീക്ഷയോടെ ഒരുക്കിയതായിട്ടുള്ള അപ്പവും ഈ ദ്രാക്ഷാരസവും ഇവിടെ ശേഷിപ്പുണ്ട്. ഇത് തരുന്ന വലിയൊരു സന്ദേശം, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെവിയിലെന്ന് പറഞ്ഞിട്ട് പോയ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല. സ്വതന്ത്രം പ്രൈസ് ദി ലോർഡ്. ഞാൻ വരുവോളം ചെയ്യാനാണ് പറഞ്ഞത്. എന്നാൽ ഇത്രയും ശേഷിപ്പ് വരാനുള്ള പ്രധാന കാരണം നമ്മുടെ ഉത്തരവാദിത്വമില്ലായ്മ കൂടാണ്. നാം സുവിശേഷം പറയേണ്ട അളവിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിക്കേണ്ട അളവിൽ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് വരാമായിരുന്ന അനേകർ ഇതിൻ്റെ പുറത്ത് നിൽക്കുന്നത്. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പോകാം. അനേകർ നമ്മുടെ കണ്ണിന് മുൻപിൽ കൈവിടപ്പെടുവാൻ ഉള്ള സാധ്യത തെളിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ഉറക്കം കുറച്ച് മുഴങ്കാൽ മേൽ നിലവിളിക്കാം. അവസരം ലഭിക്കുമ്പോൾ എല്ലാം ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നതോട് സുവിശേഷം പറയാം. ആ ഒരു പ്രതിജ്ഞ നമുക്ക് എല്ലാവർക്കും എടുക്കാം. സ്വതന്ത്രം പ്രൈസ് ദി ലോർഡ്.